ഹരി ഓം. എല്ലാ സാധകർക്കും ഒരിക്കൽ കൂടി മീ ടു മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമുക്ക് വളരാൻ ഭാവനകൾ വേണം. ആത്മീയതയിലും ഭാവനകൾ വേണം. ഭാവനകൾക്ക് ആധ്യാത്മികതയിലും പ്രസക്തിയുണ്ട്. എന്നാൽ ഞാൻ വളർന്നു എന്ന ഭാവമാണ് അവനിൽ ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ അതവന് ദോഷമായി തീരുകയും ചെയ്യും. അവൻ ഭാവനകളുടെ ലോകത്ത് വളരുവാനായിരിക്കും ശ്രമിക്കുന്നത്. യഥാർത്ഥ ബോധത്തിലേക്ക് എത്തുകയില്ല. അവൻ്റെ മനസ്സ് ഭാവനകളിൽപ്പെട്ട് അതിൽ തങ്ങി നിൽക്കേണ്ടി വരും. അതിൽ നിന്നും മോചനം ലഭിക്കില്ല. യഥാർത്ഥ ബോധത്തിലേക്ക് അവനെത്താൻ സാധിക്കില്ല. നമ്മുടെ മനസ്സ് ഈ നിമിഷത്തിൽ നിൽക്കുന്നത് മനസ്സിൻ്റെ ആന്തരിക പ്രവർത്തനങ്ങൾക്ക് തടസ്സമാണ്. അത് മനസ്സിനെ അസ്വസ്ഥമാക്കുന്നു. അത് സഹിക്കാനോ ഉൾക്കൊള്ളാനോ നമുക്കാവില്ല. അടുത്ത നിമിഷങ്ങളെ സ്വപ്നം കണ്ട് ജീവിക്കുന്ന നമുക്ക് അതെങ്ങനെ സഹിക്കാനാവും? നമ്മൾ ജീവിക്കുന്നത് ഈ നിമിഷത്തിലല്ല, ഭാവിയിലോ ഭൂതത്തിലോ ആണ്. അതിലാണ് നമ്മുടെ മനസ്സ് നിലനിൽക്കുന്നത്. ഭാവനകളെ പ്രേമിക്കുന്ന മനസ്സിന് യാഥാർത്ഥ്യ ലോകം അത്രത്തോളം ഭീകരം തന്നെയായിരിക്കും. ഔദൂജിയുടെ ശൂന്യമായ വാക്കുകൾ എന്ന ഈ ചിന്തയെ മനനം ചെയ്തുകൊണ്ട് നമുക്കിന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ തിരുവനന്തപുരത്തെ കാലടിയിലാണ് നിൽക്കുന്നത്. കാലടിയിലെ ബോധാനന്ദ ആശ്രമത്തിലെ ഹരിഹരാനന്ദ സരസ്വതി സ്വാമികളാണ് ഇന്ന് നമ്മളോട് സത്സംഗം ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും അദ്ദേഹത്തിൻ്റെ രീതികളും അദ്ദേഹത്തിൻ്റെ സാധനാ പദ്ധതികളും ബോധാനന്ദ ആശ്രമത്തിൻ്റെ രീതികളും ഇതെല്ലാം നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. അദ്ദേഹത്തെ നമുക്ക് സത്സംഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമസ്തേ. സ്വാമിജി, അങ്ങ് പിന്തുടരുന്നത് ശ്രീ ശങ്കരാചാര്യ സ്വാമികളുടെ വേദാന്ത ദർശനമാണല്ലോ. അപ്പോൾ വേദാന്തം ലളിതമാണോ? വേദാന്തം വലിയൊരു ശാസ്ത്രമാണ്. ഒരു സമുദ്രം പോലെയുള്ള ശാസ്ത്രമാണ്. വേദാന്തത്തെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനുള്ള യോഗ്യത എനിക്കില്ല. പക്ഷെ നമ്മുടെ പരമ്പര ഗുരുപാരമ്പര്യം അനുസരിച്ച് സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പര എന്ന് പറയുമ്പോൾ സദാശിവൻ നിന്ന് ആരംഭിച്ച് പരമാത്മാവിൽ നിന്ന് ആരംഭിച്ച് ദക്ഷിണാമൂർത്തിയായിട്ടുള്ള സങ്കല്പമാണ്. ദക്ഷിണാമൂർത്തി ചിന്മുദ്രയോട് കൂടിയിട്ടാണല്ലോ ഇരിക്കുന്നത്. ബ്രഹ്മൈക്യം ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ നിന്ന് ഋഷി പരമ്പരയിലൂടെ ഗുരുശിഷ്യ പരമ്പരയിലൂടെ നമ്മുടെ ആചാര്യൻ വരെ ഉള്ള ആ ഒരു അധ്യാത്മവിദ്യ വിദ്യാനാമാണ്. അധ്യാത്മവിദ്യയാണ് വിദ്യകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. കാരണം സർവ്വദുഃഖ നിവൃത്തിയാണ് അധ്യാത്മവിദ്യയുടെ ഫലം. ഈ അധ്യാത്മവിദ്യ എന്ന് പറയുന്നത് നമുക്ക് ഭാരതത്തിൻ്റെ പ്രത്യേക സ്വത്താണ്. ഭാരതത്തിന് മാത്രം കിട്ടിയുള്ളൊരു നീതിയാണ്. ലോകത്തിൽ ബാക്കി എവിടെ ജനിച്ചാലും അവരുടെ സ്വന്തം ചരിത്രം അറിയണമെങ്കിൽ മനുസ്മൃതിയിൽ പറയും, ഭഗവാൻ സ്വയംഭൂമന് പറയുന്നത്, ഏതദ്ദേശപ്രസൂതസ്യ സാകാശാത് അഗ്രജന്മന സ്വം ചരിത്രം ശിക്ഷേരൻ പൃഥിവ്യാം സർവമാനവ. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ജനിച്ച മനുഷ്യരാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ സ്വന്തം ചരിത്രം അറിയണമെങ്കിൽ അത് ഇവിടുത്തെ ഋഷിവര്യന്മാരുടെ പാദത്തിൽ വന്ന് നമസ്കരിക്കണം. അവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ അവർ ഉപദേശിച്ചേ ജ്ഞാനം ജ്ഞാനീനത്തത്വദർശിനം. അത് ഭാരതത്തിൽ മാത്രമാണ് അധ്യാത്മവിദ്യ. വേറെ നമ്മുടെ ഒരു പദ്ധതി വേദങ്ങൾ തൊട്ടിട്ട് ശ്രുതി സ്മൃതി പുരാണ ഇതിഹാസ രൂപത്തിൽ ആ അധ്യാത്മവിദ്യ ഭാരതത്തിൻ്റെ മാത്രം സമ്പത്താണ്. അതുകൊണ്ട് എവിടെ ജനിച്ചാലും അവരെക്കുറിച്ച് അറിയണമെങ്കിൽ, ഞാൻ ആരാണെന്ന് അറിയണമെങ്കിൽ, എൻ്റെ ശരിക്കുള്ള സ്വരൂപം. ഇപ്പം നമ്മളൊക്കെ എല്ലാ മായയിൽപ്പെട്ടുള്ള ആൾക്കാരൊക്കെ ഞാൻ ശരീരമാണെന്നൊക്കെ വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉപാധികളിൽ താതാത്മ്യപ്പെട്ടിരിക്കുന്നതാണ്. അവർക്ക് അവരുടെ ശരിയായുള്ള സ്വരൂപം അറിയണമെങ്കിൽ
ജ്ഞാനികളായിട്ടുള്ള ആളുകളുടെ വന്നിട്ട് നമസ്കരിച്ച് അവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ. ഇത് പറയുമ്പോൾ ഭാഗവതത്തിലൊരു വരി ഓർമ്മ വരുന്നുണ്ട്. ജഡഭരതൻ എന്നൊരു കഥാപാത്രമുണ്ട്. ജഡഭരതൻ എന്ന് പറഞ്ഞ രാജാവായിരുന്നു അദ്ദേഹം. അല്ല, രാജല്ല, ആദ്യം രാജാവായിരുന്നു പൂർവ്വജന്മത്തിൽ. പിന്നെ ഒരു മാനായിട്ട് ജനിച്ചു. പിന്നീട് അദ്ദേഹം ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു. അങ്ങനെയൊക്കെയാണ് കഥ. അപ്പോൾ രഘുഗണൻ എന്ന് പേരായിട്ട് രാജാവിൻ്റെ പല്ലക്ക് ചുമന്നുകൊണ്ട് പോകുമ്പോഴേ ഇദ്ദേഹമായിട്ട് സംസാരമുണ്ടായി. സംസാരിച്ചപ്പോഴാണ് ഇദ്ദേഹം മഹാജ്ഞാനിയാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ രഘുഗണ മഹാരാജാവ് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഈ ജ്ഞാനം ഉണ്ടാവുന്നത്? അങ്ങ് പറയുന്നത് വളരെ അത്ഭുതകരമായിട്ടിരിക്കണം. എങ്ങനെയാണ് അങ്ങക്ക് ഈ ജ്ഞാനം ഉണ്ടായത്? അപ്പോൾ പറയാം, രഘുഗണൈ നൽ തപസാനയാതി നജയ നിർവപണാഗ്രഹാദ്വ യത്നഛന്ദസാ നൈവ ജലാഗ്നി സൂര്യൻ വിനാമഹത്പാദരജോഭിഷേകം. പറയുന്നതാണ്. വേദങ്ങളെ പഠിച്ചതുകൊണ്ടോ തപസ് ചെയ്തതുകൊണ്ടോ അതുപോലെ സൂര്യൻ, അഗ്നി, വരണൻ മുതലായ ദേവതകളെ ഉപാസിച്ചതുകൊണ്ടോ കുറേ ദാനം ചെയ്തതുകൊണ്ടോ ഒന്നും ഈ ജ്ഞാനം ഉണ്ടാവില്ല. വിനാ മഹത്പാദരജോഭിഷേകം. മഹാത്മാക്കളുടെ പാദരജസ്, പാദധൂളി ശിരസിൽ വീഴുന്നത് വരെ എന്തൊക്കെ ചെയ്തിട്ടും കാരണം ഈ ജ്ഞാനം ഉണ്ടാവില്ല. ഇത് ഗുരുകാരുണ്യം കൊണ്ട്, ആ ഋഷി പാരമ്പര്യത്തിന് അവരുടെ അനുഗ്രഹം കൊണ്ട് മാത്രം നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്നതാണ് ജ്ഞാനം. ആ ജ്ഞാനം എന്ന് പറയുന്നത് അധ്യാത്മവിദ്യ. ആ അധ്യാത്മവിദ്യ, ആ ആത്മാവിനെക്കുറിച്ചുള്ള അറിവാണ് അധ്യാത്മം എന്നുള്ളത്. ആ ആത്മവിദ്യ അറിയാൻ പല മാർഗങ്ങളുണ്ട്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയും, ധ്യാനേനാത്മനി പശ്യന്തി കേചിത് ആത്മാനമൽപ്പന അന്യേ സാംഖ്യേന യോഗേന കർമ്മയോഗേന ചാപരയും. ചില ആളുകൾ ധ്യാനം കൊണ്ട് ആത്മാവിൽ കാണും, ആത്മാവിൽ ദർശിക്കും, തത്വത്തെ ദർശിക്കും. ധ്യാനേനാത്മനി പശ്യ കേചിത് ആത്മാനമൽപ്പന, ആത്മാവ് കൊണ്ട് തന്നെ ആത്മാവിനെ അറിയുന്നവരുണ്ട്. അന്യേ സാംഖ്യേന യോഗേന, എന്താ പറയുക, ദർശനങ്ങളിലൂടെ, സാഖ്യദർശനം മുതലായ ദർശനങ്ങളുണ്ടല്ലോ, പ്രകൃതി, പുരുഷൻ, ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ അനലൈസ് ചെയ്തിട്ട് അപഗ്രഥിച്ച് പഠിക്കുന്നൊരു രീതിയാണ്. 24 തത്വങ്ങളിലെ പ്രകൃതി, പുരുഷൻ എന്നുള്ള തത്വങ്ങൾ, അങ്ങനെയുള്ള ഒരു ദാർശനികമായുള്ള കാഴ്ചപ്പാടുകളോടി പഠിച്ച് തത്വം മനസ്സിലാവുന്ന ആൾക്കാരുണ്ട്. ചിലർ കർമ്മയോഗം കൊണ്ട് സ്വയം ഭഗവതർപ്പണമായിട്ട് കർമ്മം ചെയ്തുകൊണ്ട് ചിത്തശുദ്ധി നേടി ശുദ്ധമായ അന്ധകരണത്തിൽ ജ്ഞാനം ഉണ്ടാവും. അപ്പോൾ അത് ഈ മനസ്സാണ് പ്രധാനം. ലളിതമാണോ എന്നുള്ള ചോദ്യം, മനസ്സ് ഋജുവാണെങ്കിൽ, ആർജവമുണ്ടെങ്കിൽ, ശുദ്ധമായുള്ള മനസ്സാണെങ്കിൽ, കാപട്യമില്ലാത്ത മനസ്സാണെങ്കിൽ, വക്രബുദ്ധി ഇല്ലെങ്കിൽ അവരുടെ സ്വയം മുടങ്ങും. അതിന് പാണ്ഡിത്യമൊന്നും വേണ്ട, ആവശ്യമില്ല, ശാസ്ത്രവും വേണ്ട. വാസ്തവത്തിൽ അങ്ങനെയുള്ള ആളുകളുണ്ട്. അവർ വളരെ ശാസ്ത്രം പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അവർക്ക് ഉള്ളിൽ സ്വയം ആ വിവേകവൃത്തി അവർക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ലളിതമാണോ ചോദിച്ചാൽ വളരെ ലളിതമാണ്, പക്ഷേ ഏറ്റവും സങ്കീർണമാണ്. അത് ശബ്ദശാലം മഹാരണ്യം ചിത്തഭ്രമണകാരണം. ശാസ്ത്രഗ്രന്ഥങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ ആകെ ഭ്രമിച്ചു പോകും. കാരണം നമുക്ക് ഒരു എത്തും പിടിക്കിട്ടില്ല. കാരണം ഒരുപാട് അതിലെന്താ പറയുക, ടെക്നിക്കൽ ടേംസൊക്കെ ഒരുപാടുണ്ടാവും. അതൊന്നും മനസ്സിലാക്കിയെടുക്കാൻ തന്നെ ബുദ്ധിമുട്ടും. അപ്പോൾ നമ്മൾ ആകെ ഭ്രമിച്ചു പോകും. അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും ഇവിടെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ ഞാനെന്നുള്ള ഭാവം പോകണം. ഞാൻ അറിയും, എനിക്ക് അറിവുണ്ട് എന്നൊക്കെ വിചാരിക്കുമ്പോഴാണ് ഈ ഞാൻ ഈഗോ കൊഴുത്തു വരുമ്പോൾ നമുക്കൊന്ന് സത്യത്തിൽ നമ്മൾ അജ്ഞാനികളാവുകയാണ്. ഏതാണെന്ന് വെച്ചാൽ ഞാനില്ലാതെ ആവുമ്പോൾ ഈ യഥാർത്ഥ ഈ ക്ഷുദ്രാഹന്ത പരമമായ ഞാനേ അറിയാൻ പറ്റും. ഒരു ഞാനേ ഉള്ളൂ വാസ്തവത്തിൽ. അതെല്ലാവരും ഉള്ള ഞാൻ ഒന്നാണ്. സർവാത്മാവായുള്ള ആത്മാവ് ഒന്നേ ഉള്ളൂ. അതിനെ അറിയാനാണ് അതാണ് ഇപ്പോൾ ഈ നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഭാരതഭൂമിയിൽ ജനിക്കണമെങ്കിൽ അനേക ജന്മങ്ങളുടെ പുണ്യം വേണം. എത്രയോ ജന്മങ്ങളിലെ പുണ്യം കൊണ്ട് ഭാരതഭൂമിയിൽ മനുഷ്യ ശരീരം കിട്ടുള്ളൊരു ജീവന്. മനുഷ്യജീവൻ കിട്ടിയാൽ തന്നെയും ഇതിൽ ശ്രദ്ധ വരണ്ടേ? അതിന് പൂർവ്വജന്മ വാസന വേണം. പൂർവ്വജന്മത്തിൽ കുറച്ചെങ്കിലും ചെയ്തവർക്ക് മാത്രമേ ഈ മാർഗത്തിലേക്ക് അഭിരുചി ഉണ്ടാവുള്ളൂ. അങ്ങനെ വന്നാൽ തന്നെ സദ്ഗുരുവിനെ കിട്ടണം. മനുഷ്യത്വം, മുമുക്ഷുത്വം, മഹാപുരുഷ സംശയം. മനുഷ്യത്വം ആദ്യം മനുഷ്യ ശരീരം കിട്ടണം. അത് കഴിഞ്ഞ് മുമുക്ഷുത്വം, മോക്ഷവുമേ ഭൂയാൽ, എനിക്ക് മോക്ഷം വേണം എന്നൊരാഗ്രഹം. ചില ഈ അജ്ഞാനം നശിച്ചു കിട്ടണം. ഈ സംസാരത്തിൽ കിടന്ന് ഉടലാൻ വയ്യ ഇനി എന്ന് തോന്നി അതിൽ നിന്ന് രക്ഷപ്പെടാൻ, തൻ്റെ യഥാർത്ഥ സ്വരൂപം അറിഞ്ഞ് കൃതകൃത്യനാവാൻ ഒരു ആഗ്രഹം ഉള്ളിൽ വരണം. ആഗ്രഹങ്ങളൊന്നും വരരുത്, പക്ഷേ ഈ ആഗ്രഹം നല്ലതാണ്. അങ്ങനെ വന്നാൽ പിന്നെ നമുക്ക് വഴി കാണിച്ചു തരാനുള്ള ഗുരു വേണം. മഹാപുരുഷ സംശയം. ഇങ്ങനെ 3 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ധന്യനായി. അപ്പോൾ ഇത് വളരെ വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ജന്മമാണ് മനുഷ്യജന്മം. അപ്പോൾ മനയേവ മനുഷ്യാണ് കാരണം ബന്ധമോക്ഷയോ എന്നാണ്. നമ്മുടെ ബന്ധത്തിനും മോക്ഷത്തിനും കാരണമായിട്ടുള്ളത് നമ്മുടെ മനസ്സാണ്. മനസ്സ് ശരിയായിട്ടാണെങ്കിൽ, മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാൽ
നമുക്ക് വളരെ എളുപ്പമാണ് എല്ലാം. മനസ്സിൽ അശുദ്ധിയുള്ള മനസ്സാണെങ്കിൽ ഒരു കാലത്തും അത് രക്ഷപ്പെടാനും പോകുന്നില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് യജ്ഞം, ദാനം, തപസ് മുതലായതൊക്കെ വെച്ചിട്ടുള്ളത്. യജ്ഞോ ദാനം തപശ്ചൈവ പാവനാനി മനീഷിണം. യജ്ഞാദി കർമ്മങ്ങളൊക്കെ ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ട്, അത് ഈശ്വരാർപ്പണമായിട്ട് ചെയ്യണം, ലോകനന്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യണം. അതുകൊണ്ട് എനിക്ക് സ്വർഗത്തിൽ പോകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ചെയ്യുമ്പോൾ അത് വീണ്ടും ബന്ധനകാരണം. സ്വർഗം ശാശ്വതമല്ല. അതുകൊണ്ട് ദാനം അതുപോലെ, ഞാൻ ദാനം ചെയ്യേണ്ടവനാണ്, ഇത് എൻ്റെ കർത്തവ്യമാണ് എന്നുള്ള ബോധത്തിൽ അർഹിക്കുന്ന പാത്രത്തിൽ ദാനം ചെയ്യുമ്പോൾ അത് പുണ്യം, അത് ഇയാൾക്ക് ചിത്തശുദ്ധിക്ക് കാരണമാണ്. തപസ് അതുപോലെ, തപസ്സും അങ്ങനെ തന്നെയാണ്. ഈ തപസ് കൊണ്ട് നമ്മുടെ പാപങ്ങൾ മുഴുവൻ കഴുകി കളയണം, എത്രയോ ജന്മാർജിത പാപങ്ങളൊക്കെ പോയിട്ട്. അപ്പോൾ ചിത്തശുദ്ധി വരുന്നതോട് കൂടിയിട്ട്, മനസ്സാണ് കാരണം എന്ന് പറഞ്ഞില്ലേ, മനസ്സ് സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ ചെറിയ ചെറിയ സൂചനകൾ മാത്രം മതി, പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എത്ര കിടന്നാലും കിടന്ന് പെട്ടെന്ന് തിരികെയാണ്. ഇതാണ് അതിൻ്റെ. ലളിതമാണോ ചോദിച്ചാൽ ലളിതമാണ്, എന്നാൽ സങ്കീർണമാണോ ചോദിച്ചാൽ സങ്കീർണമാണ്. രണ്ടു തരത്തിലുള്ളത് പറയാൻ പറ്റും. അത് നമ്മുടെ മനസ്സിനനുസരിച്ചിരിക്കും, നമ്മുടെ അന്ധകരണ ശുദ്ധിക്ക് അനുസരിച്ചിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനിത് പറയാൻ അത്ര യോഗ്യനൊന്നുമല്ല, കാരണം എനിക്ക് വേദാന്ത ശാസ്ത്രം ഒന്നും അത്രയധികം, ഞാൻ കുറേ വായിച്ചിട്ടും പഠിച്ചിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ടെന്നല്ലാതെ ഒരു ഗുരുകുലത്തിൽ താമസിച്ചിട്ടോ അങ്ങനെ പഠിച്ചിട്ടില്ല. നമ്മുടെ വാസനാബലം കൊണ്ട് ഇങ്ങനെ പഠിച്ചു പോകുന്നത്. സ്വാമിജി, എന്താണ് ദുഃഖം? ദുഃഖത്തിന് കാരണം എന്താണ്? ചുരുക്കി പറഞ്ഞത് ദുഃഖത്തിൻ്റെ കാരണം അജ്ഞാനമാണെന്നാണ്. നമ്മുടെ യഥാർത്ഥ സ്വരൂപം അറിയാതെയാണ് ദുഃഖത്തിന് കാരണം ശാസ്ത്രത്തിൽ പറയും. ഈ അജ്ഞാനം കൊണ്ട് എന്തുണ്ടാവുമെന്ന് വെച്ചാൽ നമുക്ക് മമതാബന്ധം എന്നുണ്ടാവും. മമതകളാണ് നമ്മളെ ദുഃഖിപ്പിക്കുന്നത്. മമത എന്ന് പറഞ്ഞാൽ മമ, എൻ്റെ എന്നുള്ള തോന്നൽ. ഈ ശരീരം ഞാനാണെന്നും ഈ കാണുന്നതൊക്കെ എൻ്റെയാണെന്നും നമ്മുടേതാണെന്ന് സങ്കല്പിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മുടെയാണെന്നും സങ്കല്പിക്കുമ്പോൾ ദുഃഖത്തിന് കാരണമായിട്ട് വരും. ഇപ്പോൾ മഹാഭാരതത്തിൽ ഇതിനെക്കുറിച്ച് ഭംഗിയായിട്ട് പറയുന്നുണ്ട്. ദുഃഖത്തിന് 2 അക്ഷരം, സുഖത്തിന് 3 അക്ഷരം. മഹാഭാരതത്തിൽ വേദവ്യാസ ഭഗവാൻ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. 3 അക്ഷരമാണ് ദുഃഖത്തിനെന്ന് പറഞ്ഞു. സുഖത്തിന് 2 അക്ഷരമാണ് ദുഃഖത്തിന്, സുഖത്തിന് 3 അക്ഷരം. എന്താണ് ദുഃഖത്തിൻ്റെ 2 അക്ഷരം? മമ, എൻ്റെ. ഉദാഹരണമായിട്ട് നമുക്ക് മഹാഭാരതം കഥ തന്നെ നോക്കിയാൽ അറിയാം. മാമകാഹ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയം, ധൃതരാഷ്ട്ര ചോദ്യം. ധൃതരാഷ്ട്ര അന്ധനാണ്. ആ ആദ്യം തന്നെ അജ്ഞാനത്തിനെ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ആളുകളും പാണ്ഡവന്മാരും എന്ത് ചെയ്തു എന്നാണ് ചോദ്യം. അപ്പോൾ എൻ്റെ എന്നുള്ള ചോദ്യം കൊണ്ട് എന്ത് പറ്റി? അത് അദ്ദേഹത്തിന് അത്രയും മമതയുണ്ട് സ്വന്തം മക്കളോട്. ആ മമത കൂടി വന്ന് അദ്ദേഹം ദുർബലനായി. അദ്ദേഹത്തിന് സ്വന്തം ഒരു ഇച്ഛാശക്തിയൊക്കെ നഷ്ടപ്പെട്ടു. അതിൻ്റെ ഫലമായിട്ട് എന്തായി? 100 മക്കൾ മരിച്ചു യുദ്ധത്തിൽ. കടുത്ത ദുഃഖം അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ മമതയാണ് നമ്മളെ ദുഃഖിപ്പിക്കുന്നത്. മമ, ഇതൊന്നും എൻ്റെ അല്ല എന്നുള്ള സങ്കല്പം വരുമ്പോൾ ദുഃഖമില്ല, പിന്നെ ദുഃഖിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും നമുക്ക് എല്ലാം ഉപേക്ഷിക്കാനൊന്നും പറ്റില്ല. എങ്കിലും അതിനോടുള്ള മമത നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു വീട് വേണം, ഒരു പറമ്പ് വേണം, എന്തെങ്കിലും നമുക്ക് ജീവിക്കണമെങ്കിൽ ചില ഇതൊക്കെ വേണമല്ലോ. അതിലൊക്കെ എൻ്റെ എന്നുള്ള ബുദ്ധി ഉണ്ടാവും. പക്ഷേ നമ്മുടെ ഉള്ളിൽ നമുക്ക് ഉള്ളിലൊരു ബോധം വേണം, ഇതൊന്നും എൻ്റെ ഒന്നും അല്ല. അതെങ്ങനെയാണെന്ന് വെച്ചാൽ മഹാഭാരതത്തിൽ അതിനെ വിസ്തരിക്കുന്നുണ്ട്, ഗംഭീരമായിട്ട് വിവരിക്കണം, നല്ല രസമാണ്. അതിൽ പറയാണ്, ഈ ഭൂമി എൻ്റെയാണെന്ന് ഇപ്പോൾ ജ്യേഷ്ഠാനിയന്മാർ തമ്മിൽ കലഹം ഉണ്ടാവുന്നു. ഭാഗിച്ചു കഴിഞ്ഞപ്പോൾ അതിർത്തി തർക്കം ഉണ്ടാവും. അപ്പോൾ ജ്യേഷ്ഠനും അനിയനും തമ്മിൽ വഴക്കായി, ഇതെൻ്റെ ഭൂമിയാണ്, അവിടുത്തെ മതിലൊക്കെ പൊളിക്കണം, അല്ലെങ്കിൽ വേലി പൊളിക്കണം, അങ്ങനെ ചെയ്തു തമ്മിൽ അടിപിടി, ചിലപ്പോൾ കത്തിക്കുത്തൊക്കെ ആവും, ചിലപ്പോൾ കൊലപാതകം ഉണ്ടാവും. അപ്പോഴൊക്കെ ഈ ഭൂമി ചിരിക്കും. ഭൂമി ചിരിക്കണം എന്താണെന്നറിയോ? എത്രയോ ആളുകൾ എൻ്റെയാണെന്ന് പറഞ്ഞാൽ അവരൊക്കെ പോയി. ഭൂമി ഇപ്പോഴും ബാക്കിയാണ് ഇവിടെ. എത്രയോ ആളുകൾ ഈ ഇതിനുവേണ്ടി യുദ്ധം ചെയ്ത് മരിച്ചു ഭൂമിക്ക് വേണ്ടിയിട്ട്. അലക്സാണ്ടറൊക്കെ വന്നിട്ട് രോഗം മുഴുവൻ പിടിച്ചടക്കാൻ നോക്കി, അയാളും മരിച്ചു. 32 33 വയസ്സിൽ അയാളും മരിച്ചുപോയി. അയാൾക്കും കൊണ്ടുപോകാൻ പറ്റിയില്ല. ഭൂമി ഇപ്പോഴും ബാക്കിയാണ് ഇവിടെ. ഇനി എത്രയോ ആളുകൾ എൻ്റെയാണെന്ന് പറയാൻ പോകുന്നു നമ്മൾ മരിച്ചു കഴിഞ്ഞാലും. അപ്പോൾ ഭൂമി ചിരിക്കുകയാണ്, അത് എൻ്റെ ഭൂമിയാണെന്ന് പറയുമ്പോൾ. അതുപോലെ ഈ ശരീരം ഞാനാണെന്ന് പറയുമ്പോൾ കാലം ചിരിക്കുന്നു. ഈ കാലം ഇത് കാണുമ്പോൾ എത്രയോ എത്രയോ ശരീരം കൊണ്ടുപോയതാണ്. ജീവൻ മറുപടുമ്പോൾ ശരീരം പോകുമല്ലോ. അപ്പോൾ കാലം ചിരിക്കുന്നു അവിടെ. ആ ചിരിയെ ഉദാഹരിച്ചുകൊണ്ടൊരു ഒരു ഉദാഹരണം പറയുന്നുണ്ട് അതിൽ. അത് അതിലേറെ രസമാണ്. ഒരു സ്ത്രീ, ആ സ്ത്രീക്കൊരു ഭർത്താവുണ്ട്, ഒരു ചെറിയ കുട്ടിയുണ്ട്, ഒരു വയസ്സായ കുട്ടിയുണ്ട്. ഈ സ്ത്രീ അത്ര സദാചാരനിഷ്ഠയൊന്നും ഇല്ലാത്ത സ്ത്രീയാണ്.
അന്യപുരുഷന്മാരൊക്കെ ആയിട്ടുള്ള ബന്ധമുണ്ട്. പക്ഷെ ഭർത്താവ് പാവം അയാൾ വിചാരിക്കണം അയാളെ കുട്ടിയാണ് വിചാരിച്ച് മടിയിൽ വെച്ച് ലാളിക്കുന്നു. അപ്പോൾ ഭാര്യ അടുത്ത് നിൽക്കുന്നുണ്ട്. ഈ സ്ത്രീ അവൾ ഞാൻ പറഞ്ഞില്ലേ വ്യഭിചാരിണിയാണെന്ന് പറഞ്ഞില്ലേ, അവൾ ചുമരച്ചാടി നിൽക്കുക. മാമ സമയത്ത് ഇയാൾ ഈ കുട്ടിയെ മോനെ എന്നൊക്കെ വിളിച്ച് ലാളിക്കുന്നുണ്ട്. അപ്പോൾ ലാളിക്കുമ്പോൾ ഈ സ്ത്രീ ഉള്ളിൽ ചിരിക്കുന്നുണ്ട്. ഇവൻ എന്തറിഞ്ഞു ഇവൻ്റെ കുട്ടിയൊന്നും അല്ലാതെന്നുള്ളത് അവൾക്കറിയാം. അവളെങ്ങനെ ഉള്ളിൽ ഊറിച്ചിരിക്കും എന്ന പോലെ ഇത് എൻ്റെയാണെന്ന് പറയുമ്പോൾ ഈ ഭൂമി അതുപോലെ ചിരിക്കും. ഈ ശരീരമാണ് ഞാനെന്ന് ധരിക്കുമ്പോൾ കാലവും ചിരിക്കും. അത് ഈ സ്ത്രീ ചിരിക്കുന്ന പോലെ ചിരിക്കും എന്നൊരു ഉദാഹരണം. ഇതാണ് സത്യം. ഈ സത്യം അറിയാത്തിടത്തോളം കാലം നമ്മൾ ദുഃഖിച്ചുകൊണ്ടേയിരിക്കും. മമ എന്ന് എവിടെ സങ്കല്പിക്കുന്നുണ്ടോ അതൊക്കെ നമുക്ക് ദുഃഖം തരും. കാരണം ഈ ലോകത്തിലൊന്നും ശാശ്വതമായിട്ടില്ല. അപ്പോൾ ഞാൻ എന്ന് പറയുമ്പോൾ ഈ ശരീരം പോലും ഈ ശരീരത്തിലാണ് ഞാനെന്ന് ധരിക്കണത്. ഈ ശരീരം പോകും. അല്ലെങ്കിൽ ഈ നമുക്ക് മറ്റുള്ള എൻ്റെ ആണെന്ന് വിചാരിക്കുന്നത് അത് നഷ്ടപ്പെടും. എങ്ങനെയാലും വിയോഗമുണ്ട്. സംഘാതം ഉണ്ടെങ്കിൽ വിഘാതം ഉണ്ടല്ലോ എന്ന പോലെ കൂടി വന്നിട്ടുണ്ടെങ്കിൽ അത് വേർപെട്ട് പോകും. അത് കാലത്തിൻ്റെ പ്രത്യേകതയാണ്. അതെങ്ങനെയാലും വിഘടിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ മമ എന്നുള്ള ബുദ്ധി വരുന്നതാണ് ദുഃഖത്തിന് ഹേതുവായിട്ടുള്ളത്. ഒരാൾ കടുത്ത അയാൾക്ക് ദുഃഖം അനുഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അയാൾ കടുത്ത അജ്ഞാനിയാണെന്നേ ഉള്ളൂ. അജ്ഞാനമുള്ളവർക്ക് മാത്രമേ ദുഃഖം ഉണ്ടാവുള്ളൂ. ജ്ഞാനിക്ക് ദുഃഖം ഉണ്ടാവില്ല. ജ്ഞാനി പറയില്ല. മറ്റേ അർജുനൻ പറയണത് തന്നെ അർജുനോട് ഭഗവാൻ അർജുനോട് പറയണത് തന്നെയാണ്. പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗദാസൂന ഗദാംശംശ്ച നാനുശോചന്തി പണ്ഡിത. പണ്ഡിതന്മാരൊരിക്കലും അനുശോചിക്കുന്നില്ല ജീവിച്ചിരിക്കുന്നവരെ പറ്റിയിട്ടോ മരിച്ചവരെ പറ്റിയിട്ടോ ഒരിക്കലും. കാരണം നീ പ്രജ്ഞാവാനെ പോലെ സംസാരിക്കുന്നു പണ്ഡിതനെ പോലെ. പക്ഷെ പണ്ഡിതന്മാർ ദുഃഖിക്കില്ല. പാണ്ഡിത്യം പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അത് ഉള്ളിൽ വരണം. അപ്പോൾ അതിൻ്റെ അർത്ഥം നീ പണ്ഡിതനല്ല, നീ അറിയേണ്ടത് അറിഞ്ഞിട്ടില്ല, ആത്മജ്ഞാനം നിനക്ക് സിദ്ധിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നീ ദുഃഖിക്കുന്നത്. അപ്പോൾ ഈ ആത്മജ്ഞാനം ഉണ്ടാവാത്തിടത്തോളം കാലം ഈ മമതയൊക്കെ നമ്മൾ വേട്ടയാടിക്കൊണ്ടിരിക്കും. മമത ഉള്ളിടത്തോളം കാലം നമ്മൾ ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാനും പോകുന്നില്ല. ഇതാണ് ഇതിൻ്റെ ഏതാണ്ട്. സ്വാമിജി, ഒരാൾ ആധ്യാത്മികതയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം ഈ ആചാരാനുഷ്ഠാനങ്ങളിൽ കൂടിയാണ് അവൻ ആധ്യാത്മികത പ്രാക്ടീസ് ചെയ്യുന്നത്. എന്നാൽ പലപ്പോഴും പലരും അതിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. വേദാന്തം എന്നുള്ള ആധ്യാത്മികതയുടെ അടിസ്ഥാനത്തിലേക്ക് എത്തുന്നില്ല. അപ്പോൾ ഒരാൾ അവിടെ എത്തുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, അപ്പം എങ്ങനെയുള്ള ഒരാളാണ് അവിടെ എത്തുന്നത്? അതിൻ്റെ അടിസ്ഥാന യോഗ്യത എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു ഈ മഹാപുരുഷ മുമുക്ഷുത്വം എന്ന് പറഞ്ഞില്ലേ, മനുഷ്യത്വം, മുമുക്ഷുത്വം, മഹാപുരുഷ സംശയം. അതായത് 4 കാര്യങ്ങളാണ് അയാൾക്കുള്ള യോഗ്യതകൾ. സാധനാ ചതുഷ്ടയ സമ്പത്തി എന്നാണ് പറയും വേദാന്തത്തിൽ. സാധനാ ചതുഷ്ടയ സമ്പത്തി എന്ന് പറഞ്ഞാൽ വിവേകം, വൈരാഗ്യം, ശമാധി ഷഡ്ക സമ്പത്തി, മുമുക്ഷുത്വം, ഇങ്ങനെ 4 എണ്ണമാണ്. അത് കുറച്ച് പറയാണ്ട്. അതായത് ആദ്യത്തെ വിവേകം. വിവേകം എന്ന് പറഞ്ഞാൽ ആത്മാനാത്മ വിവേകമാണ്. ആത്മാവേത് അനാത്മാവേത് എന്ന് തിരിച്ചറിയാനുള്ള വിവേകം അതുണ്ടാവണം. അത് നിരന്തരമായുള്ള മനനം കൊണ്ട് കേട്ടും മനനം ചെയ്തും മനസ്സിലാക്കിയെടുക്കേണ്ടതാണ്. ആത്മാവേത് അനാത്മാവേത്. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഇഹാമുത്ര ഫലഭോഗ വിരാഗമാണ്. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ, വൈരാഗ്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇന്ന് വ്യവഹരിക്കുന്ന വൈരാഗ്യമല്ല. ഇന്ന് വൈരാഗ്യത്തിന് മലയാളത്തിൽ വേറെ അർത്ഥമാണ്. ഒരാളുടെ വിദ്വേഷം, ഇതൊക്കെയാണ് വൈരാഗ്യമായിട്ട് കണക്കാക്കുന്നത്. അതല്ല, വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വിഷയങ്ങളോടുള്ള ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള മനസ്സാണ്. ഉദാഹരണമായിട്ട് കുട്ടികൾക്ക് കളിക്കോപ്പിനോട് വലിയ ഇഷ്ടമാണ്. കുട്ടികൾക്ക് കളിക്കോപ്പെടുത്താൽ കുട്ടികൾ കരയും, ചെറിയ കുട്ടികൾ. പക്ഷേ ഒരു മുതിർന്ന ആൾ ഒരു കളിക്കോപ്പ് എടുക്കുമ്പോൾ അയാൾക്ക് അതിനോട് മമതയില്ല. അയാൾ ആ സ്റ്റേജ് കഴിഞ്ഞു പോയി എന്ന പോലെ ഈ ലോകത്തിൽ ഒരാസക്തിയൊന്നും ഇല്ലാത്തൊരവസ്ഥ. വിഷയങ്ങളൊന്നും അയാൾ ആകർഷിക്കുന്നില്ല. അയാൾ വിഷയങ്ങളിൽ ആസക്തി വരുന്നില്ല. മനസ്സ് പൂർണ്ണമായിട്ടും വിട്ടുകഴിഞ്ഞിരിക്കുന്നത് എന്നുള്ള രാഗം ഇല്ല. വിരാഗം എന്നുള്ളതിൻ്റെ രാഗത്തിൻ്റെ ഓപ്പോസിറ്റാണ് വിരാഗം. അപ്പോൾ അയാൾക്ക് ഈ ലോകത്തിലെ സുഖത്തിന് വേണ്ടിയിട്ടോ ഇനി മരിച്ചു കഴിഞ്ഞാൽ സ്വർഗാദി ലോകങ്ങളിൽ പോയിട്ട് അവിടെ സുഖമായിട്ട് ഇരിക്കുക എന്നുള്ള സങ്കല്പങ്ങളോ ഒന്നുമില്ല. അങ്ങനെ സുഖത്തിനെ കുറിച്ചിട്ട് ഈ ഇന്ദ്രിയങ്ങളിലേക്ക് തർപ്പണം ചെയ്യുന്നതാണ് ഈ സുഖം എന്ന് പറയുന്നത്. ആ വക ചിന്തകളൊന്നും ഇല്ലാതെ ഇഹത്തിലെ ഈ ലോകത്തോ പരലോകത്തോ
ഉള്ള യാതൊരു സുഖഭോഗങ്ങളിലും വിരക്തി, അതിലുള്ള വിരക്തിയാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആത്മാനാത്മ വിവേകം, വൈരാഗ്യം, രണ്ടെണ്ണം. വിവേകം, വൈരാഗ്യം രണ്ടെണ്ണം കഴിഞ്ഞു. ഇനി പിന്നെ എന്താ പറയുക, ശമാധി ഷഡ്ക സമ്പത്തി എന്ന് പറയും. ശമം, ദമം, ഉപരമ, ശ്രദ്ധ, സമാധാനം, ഒന്നും കൂടിയുണ്ട്, ഓരോന്നിട്ട് പറയാം. ശമം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ശാന്തിയാണ്. മനസ്സ് ശാന്തമായിട്ടിരിക്കുക. ആവശ്യമില്ലാതെ മനസ്സിങ്ങനെ പല സങ്കല്പങ്ങളും ഇങ്ങനെ കിടന്നുള്ളതെന്ന് മനസ്സിനെ ശാന്തമാക്കി വെക്കാനുള്ള ശീലത്തിനെയാണ് ശമം എന്ന് പറയുക. അത് നിർബന്ധമാണ്. ദമം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണമാണ്. ആവശ്യമില്ലാത്ത കൈയും കാലൊക്കെ നടക്കി വയ്ക്കുക. മഹാഭാരതത്തിൽ പറയും, പിന്നെന്താ, ധൃത്യ ശിഷ്ണോദരം രക്ഷയിൽ പാണിപാദം ചക്ഷുഷ എന്നൊക്കെ മഹാഭാരതത്തിൽ. ധൃതി കൊണ്ട്, തൻ്റെ ഇടം കൊണ്ട്, തൻ്റെ ഇച്ഛാശക്തി കൊണ്ട് ശിഷ്ണോദരം, നമ്മൾ വാരി വലിച്ച് തിന്നണല്ലോ. ഉദരം എന്ന് പറഞ്ഞാൽ വയറാണ്. കണ്ടതൊക്കെ തിന്നണം, നമ്മുടെ നാവിനെ രസിപ്പിക്കാനാണ്. അപ്പം അതിനെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയണം. ഉദരം, ശിഷ്ണം എന്ന് പറഞ്ഞാൽ ജനനേന്ദ്രിയാണ്. പക്ഷേ കാമങ്ങളെയൊക്കെ വേണ്ട പോലെ നിയന്ത്രിക്കാനുള്ള കഴിവാണ്. അപ്പോൾ അഭക്ഷ്യഭക്ഷണം, അഗമ്യാഗമനം, ഇതൊക്കെയാണ് അതിൻ്റെ. കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളുണ്ട്. സാത്വികേളാഹാരേ സാധകന്മാർ കഴിക്കാൻ പാടുള്ളൂ. അതുപോലെ അഗമ്യാഗമനം, പിന്നെ എല്ലാ സ്ത്രീകളിലേക്കുള്ള ആവേശം, അതൊന്നും ഒക്കെ ദോഷമാണ്. അപ്പോൾ അതൊക്കെ ധൃതി എന്ന് പറയുന്നത് അതിനെയാണ്, തൻ്റെ ഇടത്തിന്, ആ നിയന്ത്രണത്തിനെയാണ്. അപ്പോൾ അങ്ങനെ ഇന്ദ്രിയങ്ങളുടെ നിഗ്രഹം, ബാഹ്യകരണങ്ങളിലൊക്കെ നിഗ്രഹം. ശമാധി ഷഡ്ക, ശമം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ശാന്തി. പിന്നെ ദമം, ഉപരമ എന്ന് പറഞ്ഞാൽ മനസ്സ് ആത്മാവിൽ തന്നെ, പുറത്തേക്ക് പോകുന്ന മനസ്സിനെ വീണ്ടും കൊണ്ടുപോകുന്ന ഉള്ളിൽ തന്നെ ശമിപ്പിക്കുക. ഉപരത എന്നുള്ള ഉപരമയ്ക്ക് ശങ്കരാചാര്യസ്വാമികൾ പറയണത് സ്വധർമാനുഷ്ഠാനമേവ. അപ്പോൾ നമുക്ക് ഈ ലോകത്തിൽ ചരിച്ചാൽ ഒരു നിമിഷം പോലും കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല ഒരു ജീവനും. ഒരാൾക്കൊരു നിമിഷം നഹി കശ്ചക്ഷണമപി ജാത് തിഷ്ടത്യകർമ്മകൃത്. ഇവിടെ ജനിച്ച ഒരു ജീവിക്കും ഒരു സെക്കൻഡ് പോലും കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം മനസ്സിൻ്റെ സങ്കല്പങ്ങൾ മനസ്സിൻ്റെ കർമ്മമാണ്. വാക്കൊരു കർമ്മമാണ്. ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മം 3 കരണങ്ങളെ കൊണ്ടാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. ശരീരം അടക്കി വയ്ക്കാം, മിണ്ടാതിരിക്കാം, മൗനമായിട്ടിരിക്കാം, പക്ഷേ മനസ്സ് അപ്പോഴും എളുങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് 3ഉം തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഉപരമ എന്ന് പറയുന്നത്, എന്നാൽ സ്വധർമ്മം അത് നമ്മൾ ചെയ്യാൻ നമ്മളെ നിയോഗിച്ചിരിക്കുകയാണ്. പ്രകൃതി നമ്മളെ നിയോഗിച്ചതാണ്. എന്താണ്, നമ്മുടെ കർത്തവ്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അത് ഈശ്വരാർപ്പണമായിട്ട് ബുദ്ധിയോടുകൂടി ചെയ്യുക. അപ്പോൾ അതൊരു സാധനയാണ്. തിദിക്ഷ എന്ന് പറഞ്ഞാൽ സുഖദുഃഖങ്ങളൊക്കെ വരുമല്ലോ. സുഖം, ദുഃഖം, മാനം, അപമാനം, ജയം, പരാജയം, അതുപോലെ ലാഭം, നഷ്ടം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ദ്വന്ദ്ങ്ങൾ, അതൊക്കെ സഹിക്കുക. സഹനം സർവ ദുഃഖാനാം അപ്രതീകാരപൂർവകം എന്നാണ്. പ്രതികാരം ബുദ്ധി ഉണ്ടാവരുത്. അത് ഒരു നമുക്കൊരു സങ്കടം വന്നു, അപ്പോൾ അതിനെതിരായിട്ട് അങ്ങോട്ട് ചെയ്യണം. എതിരായിട്ട് റിയാക്ഷൻ അതില്ലാത്ത ഒരു സഹിക്കാനുള്ള കഴിവിനെയാണ് തിദിക്ഷ എന്ന് പറയുക. പിന്നെ ശ്രദ്ധ എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. 6 ശമാധി ഷഡ്ക സമ്പത്തി എന്ന് പറയാം. അതിൽ ഒന്ന് ശ്രദ്ധ എന്ന് പറയുന്നത്. ശ്രദ്ധ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അറ്റൻഷൻ എന്നുള്ള അർത്ഥത്തിലല്ല, അത് ഈ അർത്ഥമല്ല. ശ്രദ്ധയ്ക്ക് ഗുരു വേദാന്ത വാക്യേഷു വിശ്വാസമാണ് ശ്രദ്ധ. ഗുരുവിൻ്റെ വാക്യത്തിലും നമ്മുടെ ശാസ്ത്രഗ്രന്ഥങ്ങളിലും ഉള്ള വിശ്വാസം. ആസ്തിക ഗ്രന്ഥങ്ങൾ, വൈദികമായുള്ള ശാസ്ത്രങ്ങളിൽ, വേദാന്താദി ശാസ്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ വിശ്വാസം വേണം. വിശ്വാസം എന്ന് വെച്ചാൽ അത് ശരിയാണ്, ഋഷിമാർ അനുഭവിച്ച് എഴുതിയതാണത്, അവരനുഭവമാണ് എന്ന് പറയണം. ആ ഒരു വിശ്വാസവും അതിലുള്ള ഒരു ഏകാഗ്രതയും, അതാണ് ശ്രദ്ധ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സമാധാനം എന്നുള്ളതുണ്ട്. മനസ്സിനെ എപ്പോഴും സമമായിട്ട് വയ്ക്കുക, സമാധാനം. ഇങ്ങനെ 6 അതാണ് ശമാധി ഷഡ്ക സമ്പത്തി. ഇപ്പോൾ വിവേകം പറഞ്ഞു, വൈരാഗ്യം പറഞ്ഞു, ശമാധി ഷഡ്ക സമ്പത്തി 6 അതിൽ. പിന്നെ മുമുക്ഷുത്വം, മോക്ഷമേ ഭൂയാൽ, മോക്ഷം എനിക്കുണ്ടാവണം എന്നുള്ള ഇപ്പോൾ മനസ്സിനെ കൺട്രോൾ ചെയ്യണം. മനസ്സ്, ഇന്ദ്രിയങ്ങളും എല്ലാം കൺട്രോൾഡ് ആയിക്കഴിഞ്ഞാലേ നമുക്കതിനോട് യോഗ്യതയാവുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ യോഗ്യതയാവണില്ല. അപ്പോൾ അങ്ങനെ തയ്യാറായിട്ടുള്ള, അങ്ങനെ ട്യൂൺ ചെയ്തെടുത്തൊരു വ്യക്തിക്ക് മാത്രമേ വേദാന്തം പഠിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പഠിച്ചിട്ടും കാര്യമില്ല എന്നുള്ളതാണ് അതിൻ്റെ. സ്വാമിജി, നമ്മളിപ്പം വേദാന്തത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, അത് മനസ്സിലാക്കാനുള്ള യോഗ്യതയെക്കുറിച്ച് പറഞ്ഞു. ഇനി വേദാന്തം മനസ്സിലാക്കണമെങ്കിൽ അതൊരു പദ്ധതി പ്രകാരമാണോ അത് മനസ്സിലാക്കേണ്ടത്? എങ്ങനെയാണ്? വേദാന്തം എന്ന് പറഞ്ഞാൽ 6 ദർശനങ്ങളാണ് വൈദിക ദർശനങ്ങളായിട്ടുള്ളത്. നാസ്തിക ദർശനങ്ങൾ വേറെയുണ്ട്, ചാർവാക ദർശനമൊക്കെ വേറെയാണ്. അതിൽ സാഖ്യം, വൈശേഷികം,
അതുപോലെ യോഗം, യോഗദർശനം, മീമാംസ, ഉത്തരമീമാംസ, ഇങ്ങനെ 6 ദർശനങ്ങളാണുള്ളത്. സാഖ്യം കപില മഹർഷിയുടെയാണ്, ന്യായദർശനം ഗൗതമ മഹർഷിയുടെയാണ്, വൈശേഷികം എന്നുള്ളത് കണാദ മഹർഷിയുടെയാണ്. ഇവരൊക്കെയാണ് ആ ദർശനങ്ങൾ ഉണ്ടാക്കിയുള്ളത്. അതുപോലെ ഉത്തരമീമാംസ എന്ന് പറയുന്നതാണ് വേദാന്തം. മീമാംസ ജൈമിനി മഹർഷി എഴുതിയതാണ്. ഉത്തരമീമാംസ എന്നുള്ളത് സാക്ഷാൽ ഭഗവാൻ വേദവ്യാസ മഹർഷിയാണ്. ആ ദർശനം മറ്റേ വേദാന്ത ദർശനം, അതാണ് ബ്രഹ്മസൂത്രം. ബ്രഹ്മസൂത്രത്തിന് അത് വേദാന്തം വെച്ചാൽ വേദത്തിൻ്റെ പരമലക്ഷ്യം. വേദങ്ങൾ ആറ്റിക്കുറുക്കി അതിൻ്റെ എസൻസ് എടുത്താൽ എന്താണോ അത് പാരമാർത്ഥികമായുള്ള സത്യം എന്താണോ ആ ബ്രഹ്മതത്വത്തെക്കുറിച്ചിട്ടുള്ള ബ്രഹ്മമാണ്. ബ്രഹ്മസത്യം ജഗത് എന്നൊക്കെയാണ് വേദാന്തത്തിൻ്റെ ഏറ്റവും പാരമാർത്ഥിക തലം. അതിനെക്കുറിച്ചാണ് ബ്രഹ്മസൂത്രം. അതാണ് ലക്ഷ്യം. ഇത് ഭഗവാൻ വേദവ്യാസ മഹർഷിയാണ് അതിൻ്റെ ഉപജ്ഞാതാവ്. പക്ഷേ വേദാന്ത ദർശനത്തിൻ്റെ പിന്നെ യോഗദർശനം പതഞ്ജലിയാണ്. അങ്ങനെ ഓരോ 6 ദർശനങ്ങൾ. ഇത് പരസ്പരം പൂരകങ്ങളാണ്, അല്ല ഒന്നും അതിന് വിരുദ്ധമല്ല. ഇതൊക്കെ വേദങ്ങൾ, വൈദിക ദർശനങ്ങൾ, വേദത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള, വേദങ്ങളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ദർശനങ്ങളാണ്. ചാർവാക ദർശനമുണ്ട്. ചാർവാക ദർശനം എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദമാണ്. പിന്നെ ബൗദ്ധ ദർശനങ്ങളുണ്ട്. ബൗദ്ധ ദർശനങ്ങൾ, പിന്നെ ജൈന ദർശനങ്ങളുണ്ട്. ഇങ്ങനെ 10-12 ദർശനങ്ങൾ മൊത്തമുണ്ട്. അതിൽ 6 ദർശനങ്ങളാണ് ആസ്തിക ദർശനങ്ങൾ. മറ്റൊക്കെ നാസ്തിക ദർശനങ്ങളായിട്ട് വേദത്തെ അംഗീകരിക്കാത്തതാണ് മറ്റതൊക്കെ. വേദങ്ങൾ അംഗീകരിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ദർശനം വേദാന്തമാണ്. വേദാന്ത ദർശനം എന്ന് പറയുമ്പോൾ അതിന് വേദാന്തത്തിൻ്റെ പരമപ്രമാണമായുള്ള ഗ്രന്ഥം ഉപനിഷത്തുകളാണെന്ന് പറഞ്ഞല്ലോ. ഉപനിഷത്തുകളുടെ സാരത്തെ എടുത്തുകൊണ്ടാണ് ബ്രഹ്മസൂത്രം എഴുതിയിട്ടുള്ളത്. ആ ബ്രഹ്മസൂത്രത്തിന് ശങ്കരാചാര്യർ ഭാഷ്യം എഴുതിയിട്ടുണ്ട്. പ്രസ്ഥാനത്രയങ്ങളാണ് വേദാന്ത പഠനത്തിന് നിശ്ചയിച്ചിട്ടുള്ളത്. അതായത് 10 ഉപനിഷത്തുകൾ ശങ്കരാചാര്യരെ നിശ്ചയിച്ചത്. 10 ഉപനിഷത്തുകൾ, ഈശം കേനം കടം എന്നൊക്കെ പറഞ്ഞിട്ട് 10 ഈശവാസി ഉപനിഷത്ത്, കേനോപനിഷത്ത്, കേടോപനിഷത്ത് തുടങ്ങിയിട്ട് ഐതരേയ ഉപനിഷത്ത് തുടങ്ങിയിട്ടുള്ള ഛാന്തോഗ്യ ഉപനിഷത്ത്, മാണ്ഡൂക്യ ഉപനിഷത്ത്, മുണ്ടുകോപനിഷത്ത്, 10 ഉപനിഷത്തുകൾ ശങ്കരാചാര്യർ ഭാഷ്യം എഴുതിയിട്ടുണ്ട്. ഭാഷിച്ച വിസ്തരിച്ചുള്ള വ്യാഖ്യാനങ്ങൾ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഭഗവത്ഗീത, വേദാന്ത ദർശനത്തിന് ശങ്കരാചാര്യർ വേദാന്ത ദർശനപ്രകാരം വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഭാഷ്യം എഴുതിയിട്ടുണ്ട്. ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം, വലിയ ഭാഷ്യം എഴുതിയിട്ടുണ്ട്. പിന്നെയുള്ളത് ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ബ്രഹ്മസൂത്രത്തിന് പിന്നെ ഉപനിഷത്തുകൾക്ക്, ഭഗവത്ഗീതയ്ക്ക് പ്രസ്ഥാനത്രയം എന്ന് പറയാം. പ്രസ്ഥാനത്രയം ഈ 3 എണ്ണമാണ്: ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത, ഉപനിഷത്തുകൾ. അതിൻ്റെ പ്രാധാന്യം പറയുമ്പോൾ ഉപനിഷത്ത്, ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത ഇങ്ങനെ പറയാം. ഈ 3 എണ്ണമാണ് ഇതിൻ്റെ തൂണ്, നെടും തൂണ് വേദാന്ത ശാസ്ത്രത്തിൻ്റെ. പിന്നെ ആ ശാസ്ത്രത്തിനെ മനസ്സിലാക്കാനായിട്ട് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായിട്ട് ധാരാളം പ്രകരണ ഗ്രന്ഥങ്ങളുണ്ട്. യോഗവാസിഷ്ടം എന്ന് പറഞ്ഞ ഗ്രന്ഥം വലിയ ഗ്രന്ഥമാണ്, അത് വേദാന്തമാണ്. പിന്നെ ശങ്കരാചാര്യസ്വാമികൾ ധാരാളം വേദാന്ത ഗ്രന്ഥങ്ങൾ, വേദാന്ത പ്രകരണങ്ങൾ. പ്രകരണം എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റാണ്. അതായത് ഏതെങ്കിലും ആ വേദാന്തത്തിൽ ഏതെങ്കിലും ഒരു തത്വത്തെ എടുത്തിട്ട് അതിനെ വിസ്തരിച്ച് പറയുന്നതാണ് വേദാന്തം. ഇപ്പോൾ വിവേക ചൂടാമണി ഒരു വേദാന്ത പ്രകരണ ഗ്രന്ഥമാണ്. ഇതൊരു പ്രകരണ ഗ്രന്ഥമാണ്. ദൃഗ്ദൃശ്യ വിവേകമാണ് അപ്പം എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അങ്ങനെ വേദാന്ത പ്രകരണങ്ങൾ ധാരാളം ഉണ്ട്. ശങ്കരാചാര്യസ്വാമികൾ എഴുതി തന്നെയുണ്ട്. പിന്നെ വേറെയും ആചാര്യന്മാർ ധാരാളം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പഠിച്ചാണ്, അങ്ങനെ മനസ്സിലാക്കിയിട്ട് വേണം വേദാന്ത ശാസ്ത്രം മനസ്സിലാക്കാനായിട്ട്, ഗ്രഹിക്കാനായിട്ട്. അപ്പോൾ പദ്ധതിയുണ്ട്, കൃത്യമായിട്ടും അതിനുള്ള ഒരു ക്രമമുണ്ട്. അങ്ങനെ പോയാലേ ആദ്യം അതിൻ്റെ മനസ്സിലാവുന്ന ബാലപാഠങ്ങളൊക്കെ പഠിച്ച് അങ്ങനെ മുന്നോട്ട് പോകണം. അത് വലിയൊരു ശാസ്ത്രമാണ് വേദാന്തം. സ്വാമിജി, ഇപ്പം വേദാന്ത പഠിക്കാനുള്ള പദ്ധതികളെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ അതിങ്ങനെ ഒരു ക്രമത്തിൽ ഇങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അങ്ങ് ഇപ്പോൾ പറഞ്ഞല്ലോ പ്രകരണം എന്ന് പറഞ്ഞല്ലോ, അതും ഒരു വേദാന്തത്തെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ പ്രകരണത്തിന് ഒരു ഉദാഹരണം പറയാമോ? വേദാന്ത പ്രകരണ ഗ്രന്ഥങ്ങളിൽ വലിയ ഗ്രന്ഥങ്ങൾ, പഞ്ചദശി മുതലായ വലിയ ഗ്രന്ഥങ്ങളുണ്ട്. ശങ്കരാചാര്യസ്വാമികളുടെ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. പക്ഷേ അതിൽ ചെറിയൊരു പുസ്തകം എൻ്റെ കയ്യിലുണ്ട്, ദൃഗ്ദൃശ്യ വിവേകം. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആത്മതത്വത്തെ അറിയാൻ പറ്റും. വേഗം നമുക്ക് മനസ്സിലാക്കാൻ, സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു വിദ്യയാണ്. അതാണ് ദൃഗ്ദൃശ്യ വിവേകം. ഒരു ദർശനം. അങ്ങനെയാണത് ഈ വേദാന്ത ദർശനം എങ്ങനെയാണ് ആത്മതത്വത്തെ ബോധ്യപ്പെടുത്തുന്നത് എന്നുള്ളത് പറയുകയാണ്.
അത് പലതരത്തിലും നമ്മുടെ മലയാളത്തിൽ എഴുത്തച്ഛൻ ഹരിനാമകീർത്തനത്തിലും അത് പറഞ്ഞിട്ടുണ്ട്. ഹരിനാമകീർത്തനം ആ അതേ ആശയം, ഇപ്പോൾ ഈ ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞ അതേ ആശയം എഴുത്തച്ഛൻ മലയാളത്തിൽ ഹരിനാമകീർത്തനത്തിൽ എഴുതിയുള്ളത് അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിടുന്ന പൊരുൾ താനെന്നുറയ്ക്കും അളവ് ആനന്ദമെന്തു ഹരിനാരായണായ നമഃ. ഇവിടെ അർക്കൻ അനലൻ വെച്ചാൽ തീയാണ്, അഗ്നി, അർക്കൻ സൂര്യൻ, ഒക്കെ ജ്യോതിസുകളാണല്ലോ, പ്രകാശിക്കുന്നതാണല്ലോ. ഈ പ്രകാശിക്കുന്ന വസ്തുക്കളെ കാണുന്ന കണ്ണുകൊണ്ടാണ് സൂര്യനെ കാണുന്ന, അഗ്നിയെ കാണുന്നത്. പുറത്തായുള്ള സൂര്യനെയും അഗ്നിയൊക്കെ കാണിക്കുന്നത് കണ്ണാണ്. കണ്ണുകൊണ്ടാണ് നമ്മൾ കാണുന്നത്. ആ കണ്ണിന് കണ്ണാകുന്ന മനസ്സ്, ആ കണ്ണിൻ്റെയും കണ്ണാണ് മനസ്സ്. മനസ്സുണ്ടെങ്കിലേ കണ്ണിന് കാണാൻ പറ്റുള്ളൂ. ഞാൻ കാണുന്നത് സൂര്യനാണെന്ന് അറിയണമെങ്കിൽ മനസ്സ് വേണം, മനസ്സിൻ്റെ സങ്കല്പം വേണം. അവിടെ മനസ്സിൻ്റെ ആ സാന്നിധ്യമില്ലാതെ ഇന്ദ്രിയങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മളിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അവിടെ വേറെ എങ്ങനെ പോയാലും നമ്മൾ കാണുന്നുണ്ടാവും, പക്ഷേ അയാൾ ആരാന്നൊന്നും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ മനസ്സ് അതിൻ്റെ മനപ്പുറത്താണ്, അതിൻ്റെ മുകളിലാണ്. കണ്ണായിടുന്ന പൊരുൾ, മനമാകുന്ന കണ്ണതിന് കണ്ണായിടും. ആ മനസ്സിനെയും കാണുന്നു. ഇപ്പം എൻ്റെ മനസ്സിലുണ്ടാകുന്ന ദേഷ്യം, സങ്കടം, ദുഃഖം, അതുപോലെ ഭയം മുതലായുള്ള എല്ലാ വികാരങ്ങളെയും ഞാൻ അറിയുന്നു. മനസ്സിനെ അറിയുന്നു ഞാൻ. മനസ്സിൻ്റെയും ദൃക്കാണ്, മനസ്സിനെയും കാണുന്ന ആളാണ് ആത്മാവ്. ആത്മാവിനെ കാണാൻ വേറെ ഒന്നുമില്ല, അതിനെ കാണാൻ വേറെ ഒന്നുമില്ല. അത് സാക്ഷിയായിട്ടിരിക്കുന്നു, എല്ലാറ്റിനും സാക്ഷിയായിട്ടിരിക്കുന്നു. ഇപ്പോൾ ഈ ആശയമാണ് ഈ ദൃഗ്ദൃശ്യ വേഗത്തിലുള്ളത്. ഇതിന് ശങ്കരാചാര്യസ്വാമികളെ ഏകാശ്ലോകി എന്നൊരു ഒരു ഒറ്റ ശ്ലോകത്തിൽ അദ്ദേഹം ഈ തത്വം പറയുന്നുണ്ട്. അപ്പോൾ ഈ എഴുത്തച്ഛൻ പറഞ്ഞ പോലെ തന്നെ പുറത്തുള്ള കാണുന്ന കണ്ണിൻ്റെ കണ്ണ് മനസ്സിൻ്റെ കണ്ണ് നമ്മുടെ ബോധം തന്നെ. ആ ബോധത്തിലെത്തും. അതാണ് അതാണ് ഞാനെന്ന് അറിയുമ്പോൾ വാസ്തവത്തിൽ ഈ ഉപാധികളാണ് കണ്ണത് മുതലായതൊക്കെ. അതിനൊക്കെ അപ്പുറത്ത് ഇതിനെല്ലാം പ്രകാശിപ്പിക്കുന്ന ഈ ചൈതന്യമാണ്, ആത്മചൈതന്യമാണ് ഞാനെന്നറിയും. പ്രപഞ്ചം മുഴുവനും എൻ്റെ ബോധത്തിലാണ് നിൽക്കുന്നത് എന്നറിയുമ്പോൾ, എൻ്റെ സ്വരൂപം ശരിക്കും തിരിച്ചറിയുമ്പോൾ ആനന്ദമെന്ത് ഹരി എന്നാണ് ശങ്കരാചാര്യസ്വാമിയോട് ചോദിക്കുക. ഏകശ്ലോകി എന്നൊരു ശ്ലോകമുണ്ട് ശങ്കരാചാര്യ. ഒറ്റ ശ്ലോകം കൊണ്ട് ഈ തത്വം പറയുകയാണ്. ഇതുതന്നെയാണ് സംഗതി, അതേ ആശയം. കിം ജ്യോതിസ്തവ ഭാനുമാനഹനിമയും രാത്രോ പ്രദീപാതികം. ശിഷ്യനോട് ഗുരു ചോദിക്കണം. ഒരു ഗുരു തൻ്റെ ശിഷ്യനോട് ചോദിക്കണം, നിനക്ക് പ്രകാശം ഏതാണ്? കിം ജ്യോതിസ്തവ, നിനക്ക് ജ്യോതിസ് എന്താണ്? ഭാനുമാനഹനിമേ രാത്രോ പ്രദീപാതികം. ഹനിമ വെച്ചാൽ പകലൊക്കെ ഭാനുമാൻ, സൂര്യൻ മുതലായ പകല് സൂര്യനാണ് നമുക്ക് വെളിച്ചം തരുന്നത്. രാത്രോ പ്രദീപാതികം, രാത്രിയിൽ വിളക്ക് മുതലായതൊക്കെയാണ് നമുക്ക് വെളിച്ചം തരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗുരു ചോദിച്ചു, സ്യാദേവം രവിദീപദർശന വിധോക്കിം ചൊക്കിം. അങ്ങനെയാകുമ്പോൾ സൂര്യനും വെളിച്ചമൊക്കെ അതിനെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം ഏതാണോ ചോദിച്ചു. അപ്പോൾ ചക്ഷുസ്, കണ്ണില്ലെങ്കിൽ സൂര്യൻ ഉണ്ടായിട്ട് കാര്യമില്ല. കണ്ണില്ലെങ്കിൽ സൂര്യനെ കൊണ്ട് പ്രയോജനമില്ല, അഗ്നി ഉണ്ടായിട്ടും കാര്യമില്ല. അഗ്നിക്ക് പ്രകാശം കൊടുക്കണം, കണ്ണ് വേണം. കണ്ണുണ്ടെങ്കിലേ സൂര്യൻ്റെ പ്രകാശം നമുക്ക് അനുഭവമുള്ളൂ. സൂര്യൻ അവിടെ ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പോൾ കണ്ണാണ് അത്. ചക്ഷു തസ്യ നിമീലനാദി സമയേക്കും. കണ്ണടയ്ക്കുമ്പോൾ നിനക്ക് പിന്നെ ഏതാ പ്രകാശം? അപ്പോൾ ഉള്ളിലേക്ക് പോകണം. അങ്ങനെ ഉള്ളിലേക്ക് പുറത്തുനിന്ന് പുറകിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ആ സമയത്ത് ദീർഘയോ, അപ്പോൾ എൻ്റെ ബോധം തന്നെയാണ് ഇതിന്. ഈ എൻ്റെ ആത്മതത്വം തന്നെ. ആത്മപ്രകാശത്തിലാണ് നമ്മുടെ മനസ്സ് പ്രകാശിക്കുന്നത്. മനസ്സിൻ്റെ പ്രകാശത്തിലാണ് ഇന്ദ്രിയങ്ങളും പ്രകാശിക്കുന്നത്. ആ ഇന്ദ്രിയങ്ങളുടെ പ്രകാശത്തിലാണ് പുറത്തുള്ള ബാക്കി വിഷയങ്ങളെ പ്രകാശിക്കുന്നത്. ഇതിനെല്ലാം പ്രകാശിപ്പിക്കുന്ന ചൈതന്യം അത് സ്വയം ജ്യോതിസാണ്. അത് വേറൊന്ന് പ്രകാശിപ്പിക്കുന്നില്ല. അതിനെ ഒരു വിളക്ക് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ വേറൊരു വിളക്ക് വേണ്ട അതിനെ പ്രകാശിപ്പിക്കാൻ. വിളക്ക് സ്വയം പ്രകാശിക്കുന്നു, അതുപോലെ നമ്മുടെ ആത്മജ്യോതിസ് ഇതിനെല്ലാം പ്രകാശിപ്പിക്കും. നമ്മുടെ ബുദ്ധിയെ, ഇന്ദ്രിയങ്ങളെ, മനസ്സിനെ, ഇന്ദ്രിയങ്ങളെ, വിഷയങ്ങളെ, ബാഹ്യ വിഷയങ്ങളെയൊക്കെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ കാണുന്ന എല്ലാ വിഷയം, ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഇതിനെല്ലാം പ്രകാശിപ്പിക്കുന്നത് ആ ചൈതന്യമാണ്. അതാണ് ഈ ഇതിൽ പറയുന്നത്. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇതിനെ ആത്മാവിനെ അറിയാൻ കഴിയില്ല. ആത്മാവിനെ ഇതാണെന്ന് പറഞ്ഞ് അറിയാൻ പറ്റില്ല. നേതം മെതിതം ഉപാസതയെ പറയും ഉപനിഷത്തിൽ. കേനോപനിഷത്തിലാണ്. അതായത് ശ്രോത്രേണ ശൃണോതി ഏന ശ്രോത്രമിതം ശ്രുതം തദേവ ബ്രഹ്മത്വം വിദ്ധിനേതം. അതായത് ഏതൊന്ന് ചെവി കൊണ്ട് കേട്ടറിയാൻ കഴിയില്ലയോ
ഇന്ദ്രിയങ്ങൾക്കൊന്നും അപ്രാപ്യമാണത്. ചെവി കൊണ്ട് കേട്ട് മനസ്സിലാക്കാനൊന്നും ഇതിന് കാരണം എന്നാൽ ചെവി ഏതൊന്നിനാൽ കേൾക്കാൻ സമർത്ഥമാകുന്നുവോ, ചെവിക്ക് കഴിവ് ശക്തി എവിടുന്നാണ് വരുന്നത്? ആത്മചൈതന്യത്തിൽ നിന്നാണ്. അത് ഇതാണെന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റില്ല. ഇതാണെന്ന് പറയുമ്പോൾ അറിയുന്ന ആളവിടെ ഉണ്ട്, അറിയപ്പെടുന്ന വസ്തുവായി, അത് ഒബ്ജക്റ്റായി, ബാഹ്യമായിട്ടൊരു ഒബ്ജക്റ്റായി. ഇപ്പം നമ്മുടെ മനസ്സിലെ സങ്കല്പങ്ങളും ഒക്കെ നമുക്ക് ദൃശ്യമാണ്. ദ്രഷ്ടാവ് വേറെയുണ്ട്. എന്തൊന്നും നമ്മൾ അറിഞ്ഞു എന്ന് പറയുന്നുവോ അപ്പോൾ അറിയുന്ന ആൾ വേറെയുണ്ട്, മറ്റേ അറിയപ്പെടുന്ന വസ്തു ഉണ്ട്, രണ്ടും ഉണ്ട് അവിടെ. അറിയപ്പെടുന്ന വസ്തുവല്ല ആത്മാവ്, അറിയുന്ന ആളാണ്. ദൃക്ക്, അതിൻ്റെ ആ ചൈതന്യം ബോധസ്വരൂപമാണ്. ബോധ ചൈതന്യത്തിന് ദൃക്ക്, അതാണ് ആത്മാവ്. അതിനെ അറിയാൻ കഴിയില്ല. അതാണ് എല്ലാറ്റിനെയും അറിയിക്കുന്നത്. മനസ്സിലായില്ല? അങ്ങനെ അറിയണം. ഉള്ളിലേക്ക് പോകണം. നേതം വ്യതിതം ഉപാസത പിന്നെ ചക്ഷുഷായ ചക്ഷുഷാ പശ്യതി ചക്ഷൂംഷി പശ്യതി. ചക്ഷുസ് കൊണ്ട് ഏതൊന്നിനെ കണ്ണുകൊണ്ട് ഏതൊന്നിനെ കാണാൻ കഴിയില്ലയോ, എന്നാൽ ഏതൊന്നിനാൽ കണ്ണ് കാണാൻ സാമർഥ്യമുണ്ട്. ഏതൊന്നിൻ്റെ ചൈതന്യം കൊണ്ടാണോ കണ്ണ് കാണുന്നത് അതിനെ ബ്രഹ്മമെന്നറിയൂ. അതിനെ ഇതാണെന്ന് പറയാൻ പറ്റില്ല. ഇതാണെന്ന് പറയുമ്പോൾ അത് ആത്മാവല്ല. പറയുമ്പോൾ അതിനെ അറിയുന്ന ആളാണ് ആത്മാവ്, മറ്റത് അറിയപ്പെട്ടതായി. അപ്പോൾ ഈ കാണുന്ന ദൃശ്യം മുഴുവനും പിന്നെ എന്താ പറയുക, പിന്നെ ഇദ്ദേഹം പറയും, ചിന്മയാനന്ദ സ്വാമി പറയും, ഈ സയൻസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് സയൻസ് എന്ന് പറയും, സബ്ജക്റ്റീവ് സയൻസ്, രണ്ട് സയൻസാണ്. ഒബ്ജക്റ്റീവ് തന്നിൽ നിന്ന് അന്യമായതിനെയാണ് പഠിക്കുന്നത്. ഈ പറയുന്ന പ്രപഞ്ചത്തെ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രപഞ്ചം തന്നിൽ നിന്ന് അന്യം, അതിന് സാക്ഷിയായിട്ടുള്ള തന്നെ അറിയണം. അത് സബ്ജക്റ്റീവ് എന്നാണ് അദ്ദേഹം ചിന്മയാനന്ദ സ്വാമികളെ വിവരിക്കും. ചിന്മയാനന്ദ സ്വാമി എൻ്റെ ഗുരുവിൻ്റെ ഗുരുവാണ്, അപ്പോൾ ബോധാനന്ദ സ്വാമിയുടെ ഗുരുവാണ്. അപ്പോൾ അദ്ദേഹം പറയും, അപ്പോൾ ഈ തന്നെ അറിയലാണ് പ്രധാനം. അതാണ് അധ്യാത്മവിദ്യ എന്ന് പറയുന്നത്. ആരാണ് ഈ ദ്രഷ്ടാവ് അല്ലെങ്കിൽ ദൃശ്യം ആർക്കാണോ ഉണ്ടാവുന്നത്, ആരാണോ ഈ ദൃശ്യത്തെ അനുഭവിക്കുന്നത്, ആ തത്വത്തെയാണ് അറിയേണ്ടത്. അപ്പം അതിനുള്ളതാണ് ദൃഗ്ദൃശ്യ വിവേകം. അതിൽ പറയണത് ഇതിൻ്റെ ഒരു രീതി കുറച്ച് 46 ശ്ലോകം ഉണ്ട്. അതിൽ രൂപം ദൃശ്യം ലോചനം ദൃക് തദൃശ്യം ദൃക്തു മാനസം ദൃശ്യാധീവൃത്തയ സാക്ഷി ദൃഗേവൻ അത് ദൃശ്യതീതാണ്. രൂപം ദൃശ്യം, ഈ കാണുന്ന രൂപങ്ങളൊക്കെ ദൃശ്യമാണ്. അതിൻ്റെ ദ്രഷ്ടാവ് കണ്ണാണ്. ശരിക്കുള്ള ദ്രഷ്ടാവ് ആത്മാവാണ്. പക്ഷേ എന്താ പറയുക, സാപേക്ഷമായിട്ട് നോക്കുമ്പോൾ ഉള്ളിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ലോചനം, കണ്ണാണ് ദൃക്ക്. കണ്ണുകൊണ്ടാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുന്നു, നമ്മൾ ഫാൻ കാണുന്നു, ഐസി കാണുന്നു, അങ്ങനെ എല്ലാം കാണുന്നതൊക്കെ കണ്ണുകൊണ്ടാണ്. അപ്പോൾ ലോചനം ദൃക്ക്, അതിൻ്റെ ദൃശ്യം, അത് മനസ്സിന് ദൃശ്യമാണ്. കണ്ണ് മനസ്സുകൊണ്ട് കണ്ണ് ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മനസ്സ് അതിൻ്റെ ദൃഷ്ടാവാണ്. ദൃശ്യാധീവൃത്തയ സാക്ഷി, മനസ്സിൻ്റെ വൃത്തികളൊക്കെ, മനസ്സിലുണ്ടാവുന്ന സങ്കല്പ വികല്പങ്ങളൊക്കെ പിന്നെ ആത്മാവ് അറിയുന്നു. അതിനെ വേറൊന്നും അറിയുന്നില്ല, ആത്മാവിനെ. എന്നിട്ട് പറയാം, ഈ ദൃശ്യമായുള്ള രൂപം, ഇപ്പോൾ ദൃശ്യം എന്നുള്ള കണ്ണിനെ പഠിത്തത് അത് ഉപലക്ഷണമായിട്ട് പറയാണ്. കാരണം മറ്റുള്ള ഇന്ദ്രിയങ്ങൾക്ക് ഇതൊക്കെ ബാധകമാണ്. ചെവി പലതും കേൾക്കുന്നുണ്ട്, പക്ഷേ ചെവിയെ കാണുന്നത് ശ്രോത്രേന്ദ്രിയത്തിനെ മനസ്സറിയുന്നു, മനസ്സിന് ആത്മാവ് അറിയുന്നു. അത് ത്വക്കിന്ദ്രിയത്തിനായാലും ഘ്രാണേന്ദ്രിയത്തിനായാലും അവനെയൊക്കെ ഇത് കണ്ണിനെ ഉദാഹരണമായിട്ട് എടുത്തു മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ കണ്ണുകൊണ്ട് കാണുമ്പോൾ നീല പീത സ്ഥൂല സൂക്ഷ്മ ഹ്രസ്വ ദീർഘാതിഭേദത നാനാവിധാനീ രൂപാണി പശ്യലോചന മേഘത. നമ്മൾ കാണുന്ന രൂപം പലതരത്തിലുള്ളതാണ്. ചിലത് നീല നിറമാണ്, ചിലത് മഞ്ഞ നിറമാണ്, ചിലത് കട്ടിയുള്ളതാണ്, ചിലത് വളരെ ചെറിയ നിലോലമായിട്ടുള്ളതാണ്, ചിലത് കണ്ണോട് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ കാണുന്നതാണ്. അങ്ങനെ ചിലത് നീളത്തിലാണ്, ചിലത് വട്ടത്തിലാണ്. ഇങ്ങനെ പല രൂപങ്ങളാണല്ലോ നമ്മൾ കാണുന്നത്. പക്ഷെ ഒരേ കണ്ണുകൊണ്ട് അതൊക്കെ കാണുന്നത്. അതിൻ്റെ വൈവിധ്യമൊന്നും കണ്ണിന് ബാധിക്കുന്നില്ല. ഒരേ കണ്ണുകൊണ്ട് നമ്മളതെല്ലാം കാണുന്നുണ്ട്. പറയാണ്, ഈ ഒരേ ഒരു കണ്ണുകൊണ്ട് ഈ പല നാനാരൂപങ്ങളും ദർശിക്കുന്നുണ്ട്. എന്നിട്ട് പറയുക ആന്ധ്യം. പക്ഷേ എന്നാൽ കണ്ണിന് ആന്ധ്യം ഉണ്ടോ വിചാരിക്കുക, കണ്ണ് കാണായ്മ, മാന്ദ്യം. ചെറിയ കണ്ണ് കാണാൻ കുറച്ച് വിഷമം, തിമിരൊക്കെ വന്നിട്ട് സൂക്ഷിച്ചു നോക്കണം. പടുത്വം, കൂടുതൽ നന്നായിട്ട് കാണാൻ കഴിയുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ കണ്ണിൻ്റെ ധർമ്മമാണ്. അത് ആത്മാവിൻ്റെ ധർമ്മമല്ല, മനസ്സിൻ്റെ ധർമ്മമല്ല. മനസ്സ് അതിന് ഇന്ദ്രിയങ്ങളിലും കൂടെ കിട്ടുന്ന സംവേദനങ്ങളൊക്കെ മനസ്സ് അതിനനുസരിച്ച് സങ്കല്പിക്കുന്നു. മനസ്സ് വേറെ തന്നെയാണ് അതിന്. സങ്കല്പയന്മന ശ്രോത്രത്വഗാദോ യോജ്യതാമിതം. അങ്ങനെ
ഉള്ളിലേക്ക് പോവുകയാണ്. അങ്ങനെ മനസ്സിൻ്റെ വിചാരങ്ങളെ വികാരങ്ങളൊക്കെ ആത്മാവ് അറിയുന്നു, സാക്ഷിയായിട്ടിരിക്കുന്നു. ഇപ്പം എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, സങ്കടം വരുന്നുണ്ട്, ഭയം വരുന്നുണ്ട്, ഇതൊക്കെ മനസ്സിൻ്റെ വികാരങ്ങളാണ്. അതൊക്കെ ആത്മാവ് സാക്ഷിയായിട്ടിരിക്കുന്നു. ആത്മാവ് എപ്പോഴും സാക്ഷിയായിട്ടിരിക്കുന്നു. ആത്മാവിന് ഇതൊന്നും ബാധിക്കുന്നില്ല. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ ഈ ദൃഗ്ദൃശ്യവേഗത്തിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ഈ പറഞ്ഞ ഏകശ്ലോകി ഉണ്ടല്ലോ, ഏകശ്ലോകിൻ്റെ ശങ്കരാചാര്യ ഒറ്റ ശ്ലോകം കൊണ്ട് ഇതെല്ലാം പറഞ്ഞു. അപ്പോൾ നിനക്ക് ഏതാണ് പ്രകാശം എന്ന് ചോദിച്ചാൽ പറഞ്ഞു, പിന്നെ സൂര്യനും രാത്രി വിളക്ക് മുതലായത്. അതിന് കാണുമ്പോൾ കണ്ണാണ് അതിനെ പ്രകാശിപ്പിക്കുന്നത്. കണ്ണിനെ പ്രകാശിപ്പിക്കുന്നത് മനസ്സാണ്, മനസ്സിനെ പ്രകാശിപ്പിക്കുന്നത് നമ്മുടെ ഇതേ ആശയം തന്നെ ഭഗവത്ഗീതയിൽ വേറൊരു രൂപത്തിൽ പറയും. ഈ നമ്മുടെ ഉള്ളിലേക്ക് ഇന്ദ്രിയാണി പരാണ്യാഹു ഇന്ദ്രിയേഭ്യ പരം മനസസ്തു പരാബുദ്ധി യോ ബുദ്ധേ പരതസ്തു ഏവം ബുദ്ധേ പരം ബുദ്ധ്വാ സംസ്തഭ്യാത്മാനമൽപ്പന ജിഹി ശത്രും മഹാബാഹു കാമരൂപം ദുരാസദം. ഇന്ദ്രിയാണി പരാണ്യാഹു. ഇപ്പം നമ്മളെ വിഷയങ്ങളാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയുന്നത്. പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് 5 വിഷയങ്ങൾ അറിയണം. ചെവി കൊണ്ട് ശബ്ദം, ത്വക്കുകൊണ്ട് സ്പർശം, കണ്ണുകൊണ്ട് രൂപം, നാക്കുകൊണ്ട് രസം, ഉപ്പ് മുളക് പുളി മുതലായതൊക്കെ, അത് ഘ്രാണേന്ദ്രിയം കൊണ്ട് ഗന്ധം. ഇങ്ങനെയല്ല ഈ 5 ഇന്ദ്രിയങ്ങളുടെ 5 വിഷയങ്ങളാണ് നമ്മൾ അറിയുന്നത്. അതാണ് പ്രപഞ്ചം. ആ പ്രപഞ്ചത്തെ അറിയുന്ന ആ വിഷയങ്ങളെ അപേക്ഷിച്ച് അതിനെ അറിയുന്ന ഇന്ദ്രിയങ്ങൾ അതിനേക്കാൾ ശ്രേഷ്ഠമാണ്. കണ്ണിനേക്കാൾ അല്ല, നമ്മൾ കാണുന്ന രൂപത്തേക്കാൾ ശ്രേഷ്ഠമാണല്ലോ കണ്ണ്. കണ്ണിനേക്കാളും മീതെയാണ് മനസ്സ് എന്നുള്ള തത്വം. വെച്ചാൽ ഇന്ദ്രിയങ്ങളെക്കാളും ഇന്ദ്രിയാണി പരാണ്യാഹു ഇന്ദ്രിയേഭ്യ പരം മനസ്സ് മനസ്സസ്തു പരാബുദ്ധി. മനസ്സിലും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ബുദ്ധി. ബുദ്ധി എന്ന് പറഞ്ഞാൽ നിശ്ചയാത്മിക ബുദ്ധി എന്നാണ്. അപ്പം നമ്മളൊരു കാര്യം തീരുമാനിക്കുന്നത് മനബുദ്ധിയാണ്. സങ്കല്പ വികല്പങ്ങൾ മനസ്സിൻ്റെ ധർമ്മമാണ്. അപ്പോൾ ബുദ്ധിയുടെ തീരുമാനം അനുസരിച്ചാണ് മനസ്സിന് സങ്കല്പങ്ങൾ വരുന്നത്. അതനുസരിച്ചാണ് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ട്. അപ്പോൾ ഇതിനൊക്കെ മുകളിലേക്ക് പോകുമ്പോൾ പിന്നെ വിഷയങ്ങളെ അപേക്ഷിച്ച് ഇന്ദ്രിയങ്ങളെ അപേക്ഷിച്ച് മനസ്സിനെ അപേക്ഷിച്ച് ബുദ്ധി. ഏവം ബുദ്ധി, ആ ബുദ്ധിയെ അങ്ങോട്ട് തിരിക്കണം ഉള്ളിലേക്ക്. അപ്പോൾ ഏവം ബുദ്ധി പരം ബുദ്ധ്വ സംസ്തഭ്യ ആത്മാനമൽപ്പന. ആത്മാവിലേക്ക് തിരിഞ്ഞ ബുദ്ധി, ആത്മതത്വത്തിലേക്ക് തിരിഞ്ഞ ബുദ്ധി, ആത്മബുദ്ധി ജഹിശത്വം. അങ്ങനെ ഈ ബാഹ്യ വിഷയങ്ങളിൽ നിന്നുള്ള ഡിറ്റാച്ച്ഡ് ബാഹ്യ ഇതിങ്ങോട്ട് പുറത്തേക്കുള്ള ഒഴുക്കുണ്ടല്ലോ പ്രജ്ഞയുടെ, അതിനെ ഒഴിവാക്കി ഉള്ളിലേക്ക് ബുദ്ധി ആത്മതത്വത്തിൽ നിഷ്ഠപ്പെടണം, ബ്രഹ്മനിഷ്ഠനായിട്ടിരിക്കണം എന്നുള്ളതാണ്. ഇത് തന്നെയാണ്, അതേ തത്വം തന്നെയാണ്. ഇതൊക്കെ ഒരേ പലതരത്തിൽ പറയുന്നു മാത്രമേ ഉള്ളൂ, ഒരേ തത്വം തന്നെ. അപ്പോൾ ഇന്ദ്രിയങ്ങളെ ഇത് തന്നെയാണ് യോഗശാസ്ത്രത്തിൽ പറയണത്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി തുടങ്ങിയിട്ടുള്ള അഷ്ടാംഗ യോഗം എന്ന് പറയും. ആദ്യം അഹിംസ, സത്യം, അസ്തേയം, അപരിഗ്രഹം, ബ്രഹ്മചര്യമാണ്. ബാഹ്യലോകമായിട്ട് നമ്മുടെ ഇടപാടുകൾ അതിനെ ശുദ്ധീകരിക്കുക. നമ്മുടെ അഹിംസ, ഒരു ജീവജാലത്തെ ഉപദ്രവിക്കാതിരിക്കുക. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാതെ ജീവിക്കാൻ അഭ്യസിക്കുകയാണ് ആദ്യം വേണ്ടത്. അഹിംസയാണ് പ്രധാനം. അഹിംസയാണ് പരമമായുള്ള ധർമ്മം. പിന്നെ സത്യം എന്ന് പറഞ്ഞാൽ അറിയാലോ, അഹിംസ, സത്യം, വാക്കിലൊക്കെ സത്യം വേണം. അഹിംസ, സത്യം, അസ്തേയം. പിന്നെ മോഷ്ടിക്കാനുള്ള ടെൻഡൻസിയാണ് അസ്തേയം എന്ന് പറയുന്നത്. അസ്തേയം വേറൊരാളുടെ സ്വന്തത്വം സാധനങ്ങളൊന്നും ആഗ്രഹിക്കാതിരിക്കുക. ഇതിനൊക്കെ ഉദാഹരിച്ചുകൊണ്ട് കഥകൾ കുറേ ഉണ്ട്, ഒന്നും സമയമില്ല. അപരിഗ്രഹം, നമുക്ക് ആവശ്യമില്ല സ്വീകരിക്കാതിരിക്കുക. ആവശ്യമില്ലാത്ത പ്രലോഭനങ്ങൾ പെടാതെ നമുക്ക് അപരിഗ്രഹം, ഒന്നിനോട് താല്പര്യമില്ല, ഒന്നും വേണ്ട, കഴിയുന്നത് ത്യജിക്കാനുള്ള കഴിവാണ് നമുക്ക് വേണ്ടത്. പോരാന്ന് വിചാരിച്ച പരിഗ്രഹം എന്ന് പറഞ്ഞാൽ സ്വീകരിക്കലാണ്. ഒന്നും സ്വീകരിക്കാതെ കഴിയുന്നതും സ്വതന്ത്രനായിട്ടിരിക്കണം. ബ്രഹ്മചര്യം, ഇതൊക്കെയാണ് യമം. അപ്പോൾ ബാഹ്യലോകമായിട്ടുള്ള ഇടപാടുകളാണത്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നിയമമാണ്. അത് സ്വയം ശൗചം, ശുദ്ധിയായിട്ടിരിക്കുക. ബാഹ്യാഭ്യന്തര ശുദ്ധി, ശരീരവും അതുപോലെ അന്ധകരണമൊക്കെ ശുദ്ധമായിട്ട് വയ്ക്കുക. സന്തോഷം, മനസ്സെപ്പോഴും ഒരു സന്തോഷ ഭാവത്തിലായിരിക്കണം. വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെ വിഷമിച്ച് ഓരോന്നും ചിന്തിച്ച് വിഷമിച്ച് അങ്ങനെ ഇരിക്കരുത്. എപ്പോഴും പ്രസൻ്റായിരിക്കണം. സ്വാധ്യായം, നല്ല ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുന്നതാണ്. ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ പഠിക്കുക. വേദം മുതൽക്ക് ഏതും ആവാം. അങ്ങനെയൊക്കെ സ്വാധ്യായത്തിൽ ശൗചം, സ്വാധ്യായം, തപസ്, ഈശ്വരപ്രണി. തപസ്സും 3 തരത്തിൽ ഭഗവത്ഗീതയിൽ വിസ്തരിച്ച് പറയും. ദേവദ്വിജ ഗുരു പ്രാജ്ഞപൂജനം ശൗചമാർജവം. തപസ്സും 3 തരമാണ്.
ഏതുകൊണ്ട് ശരീരം കൊണ്ടുള്ള തപസ്, വാക്കുകൊണ്ടുള്ള തപസ്, മനസ്സുകൊണ്ടുള്ള തപസ്. അത് ശരീരം കൊണ്ടുള്ള തപസ് പറയണത് ദേവദ്വിജ ഗുരു പ്രജ്ഞ പൂജനം ശൗചമർജവം ബ്രഹ്മചര്യം അഹിംസം ച ശാരീരം തപൗച്യതീനം. അതായത് ദേവന്മാരെ പൂജിക്കുന്നതും ദേവന്മാരെ ആരാധിക്കുന്നതും യാഗാദി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതും ക്ഷേത്ര ആരാധനയൊക്കെ ഇതിൽ പറയും. ദേവന്മാരെ പൂജിക്കും. ദ്വിജന്മാർ വെച്ചാൽ ബ്രാഹ്മണരെന്ന് പറഞ്ഞാൽ വേദമൊക്കെ പഠിച്ച് വേദം പഠിപ്പിച്ച് യാഗാദി കർമ്മങ്ങളൊക്കെ ചെയ്യാനും ചെയ്യിക്കാനും സമർത്ഥരായിട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരെയാണ് ബ്രാഹ്മണർ എന്ന് പറയുന്നത്. ശരിക്കും നന്നായിട്ട് പഠിച്ച് വേദങ്ങളൊക്കെ വേണ്ട പോലെ കൈകാര്യം ചെയ്യാൻ അതിൻ്റെ മനസ്സിലാക്കി ഉൾക്കൊണ്ട ആൾക്കാർ അവരെ പൂജിക്കുന്നത്. അവരെ സംസർഗമൊക്കെ നല്ലതാണ്. അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യണം, നമുക്ക് ഗുണം ചെയ്യും. ഗുരുഭൂതന്മാരെ വെച്ചാൽ ഗുരു എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും ഒക്കെ ഗുരുവാണ്. നമുക്ക് ജ്ഞാനോപദേശം ചെയ്യുന്ന ഗുരു എല്ലാം ഗുരു തന്നെ. പ്രാജ്ഞന്മാർ എന്ന് പറഞ്ഞാൽ ജ്ഞാനികളായുള്ള ആൾക്കാർ, ഈ ജ്ഞാനമുള്ള ആൾക്കാർ. പൂജനം ശൗചമാർജവം, ശൗചം ശുദ്ധി, ആർജവം സ്ട്രൈറ്റ് ഫോർവേഡ്നെസ്സാണ് ആർജവം. ബ്രഹ്മചര്യം, അഹിംസ നേരത്തെ പറഞ്ഞു. ഇതൊക്കെ ശരീരം കൊണ്ട് ചെയ്യാവുന്ന തപസ്, ശരീരത്തിൻ്റെ തപസ്സാണ്. ഇത് ശരീരം കൊണ്ട് അനുഷ്ഠിക്കേണ്ട തപസ്സാണ്. ഇനി അനുദ്വേഗകരം വാക്യം സത്യം പ്രേഹിതം സ്വാധ്യായാഭ്യസനം ചെയ്യുക വാങ്മയം തപ. ഇനി മനസ്സുകൊണ്ടുള്ള വാക്കുകൊണ്ടുള്ള തപസ് എന്താണ്? മറ്റുള്ളവർക്ക് ഉദ്വേഗകരമായിട്ടുള്ള പ്രൊവോക്കേറ്റ് ചെയ്യണം. അതായത് നമ്മൾ വേറൊരാൾക്ക് വിഷമം ഉണ്ടാക്കുന്ന വാക്കുകൾ പറയാതിരിക്കുക, വേറൊരാളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാതിരിക്കുക. അനുദ്വേഗകരം വാക്യം സത്യം പ്രിയവിഹിതം. സത്യമായിരിക്കണം, പ്രിയമായിരിക്കണം. അപ്രിയമായിട്ട് സത്യം പറയാൻ പാടില്ല. കാരണം ഞാനൊരു കണ്ണ് കാണാത്ത ഒരാളെ കണ്ണ് പൊട്ടാന്ന് വിളിച്ചാൽ അത് സത്യമാണ്, പക്ഷെ അതയാളെ വേദനിപ്പിക്കും, അപ്പോൾ അത് സത്യമല്ല. അങ്ങനെ അഹിംസ അതാണ്. ഇപ്പോൾ പറയണം എന്താ ശൗചം നമ്മളിപ്പോൾ എന്താ പറഞ്ഞു കൊടുന്ന അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ചയത്. പ്രിയമായുള്ള സത്യം പറയണം. സത്യം അപ്രിയം ന ബ്രൂയാൽ മനുസ്മൃതി പറയും. അസത്യമായുള്ള അപ്രിയമായുള്ള സത്യം പറയരുത്. പ്രിയം ബ്രൂയാൽ സത്യം ബ്രൂയാൽ. സത്യം പറയണം, പ്രിയമായിട്ടുള്ള പറയണം. അപ്രിയമായുള്ള സത്യം പറയരുത്. പ്രിയത്തിന് വേണ്ടി അസത്യവും പറയരുത്. അങ്ങനെ പ്രിയത്തിന് വേണ്ടി അസത്യം പറയാൻ പാടില്ല. അപ്രിയമായിട്ടുള്ള സത്യം പറയാനും പാടില്ല. ഇങ്ങനെയൊക്കെയാണ് സത്യത്തിന്. അങ്ങനെയാണ്. സ്വാധ്യായ അഭ്യസനം ചെയ്യുക വാഗ്മയം മൂച്ച്. സ്വാധ്യായം നേരത്തെ പറഞ്ഞില്ലേ, സ്വാധ്യായം ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുന്നതും ശാസ്ത്രഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുന്നതും സ്വാധ്യായമാണ്. അങ്ങനെ ചെയ്യുന്നത് വാക്കുകൊണ്ടുള്ള തപസ്സ. ഇതൊക്കെ വാക്കിൻ്റെയാണ്. ഇനി മനഃപ്രസാദ സൗമ്യത്വം മൗനമൽപവിനിഗ്രഹ ഭാവസംശുദ്ധിരിത്യേതത്വവും മനസ്സമുച്ചതയും. മനഃപ്രസാദം എപ്പോഴും മനസ്സ് പ്രസാദം ആത്മകാരിക്കണം. മനഃപ്രസാദ സൗമ്യഭാവം അത് കീപ്പ് ചെയ്യണം എപ്പോഴും. മൗനം വെച്ചാൽ മനസ്സിലെ സങ്കല്പങ്ങളൊക്കെ ഒഴിവാക്കലാണ്. മൗനം എന്ന് പറഞ്ഞാൽ വെറും വാചിക മാത്രമല്ല, മനസ്സിലുണ്ടാവുന്ന വേണ്ടാത്ത ചിന്തകളൊക്കെ ഒഴിവാക്കിയിട്ട് മനസ്സിനെ ശാന്തമാക്കിയിട്ട് നിർവിഷയമായിട്ട് വയ്ക്കാൻ ശ്രമിക്കുക. കാറൊഴിഞ്ഞ ആകാശം പോലെ, മേഘങ്ങളൊന്നുമില്ലാത്ത ആകാശം പോലെ നിർമ്മലമാക്കി വയ്ക്കാനുള്ള അഭ്യാസമാണ് മൗനം. ആത്മനിയന്ത്രണം. മനഃപ്രസാദ സൗമ്യത്വം മൗനം ആത്മനിയന്ത്രണം. ഭാവശുദ്ധി വേണ്ടാത്ത വികടമായുള്ള സങ്കല്പങ്ങളൊന്നും ഇല്ലാതെ നല്ല ഭാവശുദ്ധിയോട് കൂടിയിട്ടുള്ള ഈ വിധം ഇതാണ് മാനസമായുള്ള തപസ്. ഈ 3 തരം തപസ്സുണ്ട്. അപ്പോൾ ഈ 3 തരം തപസ് കൊണ്ട് നമ്മുടെ ചിത്തശുദ്ധി വരണം. ഇത് നിയമങ്ങളിൽ പെട്ടതാണ്. സ്വാധ്യായം തപസ്, ഈശ്വരപ്രണിധാനം. ഈശ്വരപ്രണിധാനം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഈശ്വരനെ ഇതിന് മുഴുവൻ നിയാമക ശക്തി ഉണ്ടല്ലോ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഇതിൽ അവിടെ പൂർണ്ണമായിട്ട് ശരണം പ്രാപിക്കണം. അങ്ങനെ ശരണം പ്രാപിക്കുമ്പോൾ ഞാൻ ഈഗോ ഇല്ലാതെ ആവും. അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ യമനിയമം, പിന്നെ ആസനമാണ്. ആസനം സ്ഥിരസുഖം ആസനം എന്നാണ്. എങ്ങനെയാണ് നമുക്ക് ഇരിക്കാൻ പറ്റുന്നത്, സ്വസ്ഥമായിട്ട് ഇരിക്കാൻ കഴിയുന്ന ആസനം. ഹഠയോഗത്തിൽ ഒരുപാട് ആസനങ്ങൾ പറയും, അതല്ല ഇവിടെ നമുക്ക് സ്വസ്ഥമായിട്ട് ശരീരം നിവർന്നിരിക്കുക. ശരീരവും ശിരസ്സും കഴുത്തും സുഖമായിട്ട് ഇരിക്കാറാവണം. ആസനം. പ്രാണായാമം, പിന്നെയാണ് പ്രാണായാമം വരണം. ശരീരം ഇപ്പോൾ ബാക്കിയുള്ള ഇതൊക്കെ പറഞ്ഞു, ആക്ടിവിറ്റീസിനൊക്കെ ശരിയാക്കി കഴിഞ്ഞു. പിന്നെ ശരീരത്തെ സ്റ്റഡിയാക്കി വെച്ചു. പിന്നെ പ്രാണനെ ശരിയാക്കി വയ്ക്കും. പ്രാണൻ നിയന്ത്രിതമായാൽ മനസ്സ് നിയന്ത്രിതമാവും. പ്രാണനും മനസ്സും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. ആ പ്രാണനെ കൊണ്ട് നാഡീശുദ്ധിയൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രാണൻ നിയന്ത്രണമായി. അത് കഴിഞ്ഞിട്ടാണ് പ്രത്യാഹാരം. വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ വേർതിരിക്കൊണ്ടിരുന്നു പ്രത്യാഹാരം. പിന്നെ ധാരണ. നമ്മളെ ഒരു ഗുരു ഉപദേശിക്കുന്ന എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ധാരണ ചെയ്യും. എന്തെങ്കിലും ചിലപ്പോൾ മൂർത്തി രൂപങ്ങളൊക്കെ ആവാം, അല്ലെങ്കിൽ ഒരു തേജോബിന്ദു ആവാം,
അല്ലെങ്കിൽ പിന്നെ എവിടെയെങ്കിലും ഒരു കേന്ദ്രത്തിൽ ഷഡാധാരങ്ങൾ എവിടെയെങ്കിലും അങ്ങനെയാവാം, പലതരത്തിലുള്ള ഇതുണ്ട്. പിന്നെ ധ്യാനം, പിന്നെ പോയിട്ട് പോകുന്ന മനസ്സിനെ വീണ്ടും അവിടേക്ക് തന്നെ കൊണ്ടുവരുന്ന പ്രക്രിയയൊക്കെയാണ്. പിന്നെ സമാധി, ഇങ്ങനെയാണ് അതിൻ്റെ അഷ്ടാംഗ യോഗം. ഇങ്ങനെ ഈ പറയുന്ന എല്ലാം തന്നെ ഒന്നിൻ്റെ വേറൊരു വേർഷനാണ് പറയുന്നത്. ഒക്കെ സംഗതി എല്ലാം ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് പലതരം ആൾക്കാർക്കും പലതരത്തിലുള്ള രീതിയിൽ വരുന്നത്. ഏത് വഴിയിൽ വന്നാലും ഒരു മലയുടെ മുകളിലേക്ക് ഏത് വഴിയിലും കയറി വരാം എന്ന പോലെ പല മാർഗങ്ങളുണ്ട്. അതാണ് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞത്. എന്താ, ധ്യാനേനാത്മനി പശ്യന്തി കേചിതാത്മാനമാത്മാന അന്യേ സാഖ്യേനയോ. പലരും പല വിദ്യയിലെ കൂടെയാണ് കയറി വരുന്നത്. ഈ അധ്യാത്മവിദ്യ എന്ന് പറഞ്ഞാൽ അത്രയും വിപുലമായുള്ള ശാസ്ത്രമാണ്. സ്വാമിജി, പഞ്ചീകരണം എന്ന് പറയുന്നത് എന്താണ്? പഞ്ചീകരണം പിന്നെ നമ്മുടെ വേദാന്ത ശാസ്ത്രത്തിൽ പറയണ പഞ്ചീകരണം എന്ന് പറയണത് പഞ്ചഭൂതങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ഇതൊക്കെ ഇല്ലേ, ഇതൊക്കെ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് നിർമ്മിതമായുള്ളത്. ഈ സർവ്വം, ഈ ചരാചരങ്ങൾ മുഴുവനും, ഈ കാണുന്ന എല്ലാം. അപ്പോൾ അതെങ്ങനെയുണ്ടായെന്ന് വെച്ചാൽ, ആകാശാൽ വായു, ആദ്യം ആകാശം എന്നുള്ള ഭൂതം, മായാശക്തി, ഈ സൃഷ്ടിക്കാനുള്ള ഇച്ഛ വന്നപ്പോൾ, അങ്ങനെ ഇച്ഛ വന്നു എന്നൊക്കെ നമ്മൾ സങ്കല്പിക്കുകയാണ്. വാസ്തവത്തിൽ വേദാന്തത്തിൽ പാരമാർത്ഥിക തലത്തിൽ സൃഷ്ടിയില്ല, ഉണ്ടായിട്ടില്ല. ബ്രഹ്മം മാത്രമേ ഉള്ളൂ ഇവിടെ. ബ്രഹ്മസമുദ്രത്തിലുള്ള തരംഗങ്ങളാണ് ഈ പ്രപഞ്ചമായിട്ട് കാണുന്നതൊക്കെ. ഇപ്പം ഇന്നലെ പറഞ്ഞതിൽ ബ്രഹ്മവും ഊർജവും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞില്ലേ, ഊർജ്ജ പ്രാണശക്തി. അപ്പോൾ ഈ ബ്രഹ്മമാകുന്ന ബോധസമുദ്രത്തിൽ ഉണ്ടാകുന്ന തരംഗങ്ങൾ, സമുദ്രത്തിൽ വെള്ളം മാത്രമേ ഉള്ളൂ. അത് തിരമാല ഉണ്ടാവുന്നതിന് മുമ്പും വെള്ളമായിരുന്നു, തിരയായിരിക്കുന്ന സമയത്തും അത് വെള്ളമാണ്, തിര അടങ്ങിയാലും വെള്ളമാണ് എന്ന പോലെ 3 കാലത്തും മാറ്റമില്ലാതെ വർത്തിക്കുന്നതാണ് ബ്രഹ്മതത്വം. പക്ഷേ സൃഷ്ടിവാദം എന്ന് പറയുമ്പോൾ, പക്ഷേ സാധാരണക്കാർ ഇതിനോട് ബന്ധപ്പെട്ട് ഇതിനോട് അള്ളിപ്പിടിച്ചിരിക്കുമ്പോൾ സത്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയണത്. അപ്പം അങ്ങനെ വരുമ്പോൾ വ്യാവഹാരിക തലത്തിൽ 3 തലം പറയും. ഒന്ന് പാരമാർത്ഥിക തലം, വ്യാവഹാരിക തലം, പ്രാതിഭാസിക തലം. അതിൽ ഉദാഹരണം പറയണം. ഇപ്പോൾ ഒരു മോതിരം എന്ന് പറയുമ്പോൾ അത് പാരമാർത്ഥിക തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സ്വർണ്ണമാണ്. വ്യാവഹാരിക തലത്തിൽ അത് മോതിരമാണ്. പ്രാതിഭാസിക തലത്തിലേക്ക് എത്തുമ്പോൾ അത് വിവാഹമോതിരായി. അപ്പോൾ അതിന് മൂല്യം കൂടുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതാണ് അതിൻ്റെ പരമാർത്ഥം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ വ്യാവഹാരിക തലത്തിൽ നമ്മളിങ്ങനെയൊക്കെ കാണുമ്പോൾ അപ്പോൾ അതിനൊരു ഉത്തരം പറയണം. അപ്പോൾ അതിനുവേണ്ടി പഞ്ചീകരണത്തിനെക്കുറിച്ചൊക്കെ പറയും വേദാന്തത്തിൽ. എങ്ങനെയാണ് ഈ പ്രപഞ്ച സൃഷ്ടി എന്ന് പറയുമ്പോൾ, ആദ്യം ബ്രഹ്മത്തിൽ നിന്ന് ആദ്യം മായാശക്തി സ്പന്ദിച്ച് ആകാശം എന്നുള്ള ഭൂതമുണ്ടായി. ആകാശം എന്നുള്ള ഭൂതത്തിൽ അതിന്ന് ആകാശാൽ വായു, പിന്നെ വായു ഉണ്ടായി. വായുവിൽ നിന്ന് അഗ്നി ഉണ്ടായി. അഗ്നിയെ പിന്നെയും കട്ടി കൂടി വരികയാണ്. പിന്നെ ജലം, അപ്പ്, പിന്നെ അതിന് പൃഥ്വി, ഭൂമി തത്വം ഉണ്ടായി. അങ്ങനെ എന്താ പറയുക, പൃഥ്വ വായു ആകാശം എന്ന് പറയും. ഇങ്ങനെ അങ്ങോട്ട് പറയുമ്പോൾ, അതായത് ആകാശം, വായു, അഗ്നി, ജലം, പിന്നെ ഭൂമി, ഇങ്ങനെ 5 ഭൂതങ്ങൾ ഉണ്ടായതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ 5 ഭൂതങ്ങളിൽ നിന്ന് ഈ കാണുന്ന, നമ്മളിപ്പോൾ കാണുന്ന ഈ ഭൂമി, ജലം, ആകാശം എന്ന് പറയുന്നത് അത് പിന്നെ അതിൻ്റെ പഞ്ചീകരിക്കപ്പെട്ടതാണ്. ഇത് അതിൻ്റെ ഒറിജിനലല്ല, അത് പൂർണ്ണമായിട്ട് അതല്ല. നമ്മൾ കാണുന്ന ആകാശം, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന വായു, അഗ്നി, ഇതെല്ലാവരും മിക്സഡാണത്. അതാണ് പഞ്ചീകരണം. അതെങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു ഭൂതത്തെ, പഞ്ചഭൂതങ്ങൾ, 5 ഭൂതങ്ങൾ ഇങ്ങനെ മേശപ്പുറത്ത് നിരത്തി വെച്ച് വരും. അങ്ങനെ സാധിക്കില്ല, പക്ഷേ നമ്മൾ സങ്കല്പിക്കുകയാണ്. എന്നിട്ട് അതിനെ കട്ട് ചെയ്തു, നേർ മധ്യത്തിൽ ഓരോന്നിനെയും കട്ട് ചെയ്തു. 5 ഭൂതത്തിനെയും, ആകാശത്തിൻ്റെ പകുതി 2 കഷ്ണം, ഇപ്പുറത്ത് വായുവിൻ്റെ 2 കഷ്ണം, അപ്പുറത്ത് അഗ്നിയുടെ 2 കഷ്ണം, അപ്പുറത്ത് ഇങ്ങനെ ഈ 5 ഭൂതങ്ങളെയും ഇപ്പോൾ 10 കഷ്ണം ഇരിക്കുന്നുണ്ടല്ലോ. അതിലെല്ലാ ഭൂതങ്ങളുടെയും ഓരോ കഷ്ണം മാറ്റി വെച്ചു, ഓരോ പീസ് മാറ്റി വെച്ചു. ഇപ്പോൾ ബാക്കി 4 ഹാഫേ ഉള്ളൂ, 50% ഇവിടെ കിടക്കുക എല്ലാറ്റിൻ്റെയും. അതിനെ വീണ്ടും 4 മുറിച്ചു. ആകാശം പകുതി അവിടെ ഇരിക്കുന്നുണ്ട്, പകുതി ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ പകുതിയെ 4 മുറിച്ചു. 4 മുറിച്ചു. വായുവിനെ 4 മുറിച്ചു, അഗ്നിയെ 4 മുറിച്ചു, പിന്നെ ജലത്തിനെ 4 മുറിച്ചു, ഭൂമിയെ 4 മുറിച്ചു. എന്നിട്ട് അതിലത്തെ ഓരോ കഷ്ണം എടുത്തു. ഓരോ കഷ്ണം വെച്ചാൽ ആകാശത്തിൻ്റെ ആണല്ലോ ആദ്യം എടുത്തത്. ആകാശത്തിൻ്റെ ഒരു കഷ്ണം എടുത്ത്, ആകാശം പോലെ ഇരിക്കട്ടെ, അതിൻ്റെ ഒരു കഷ്ണം എടുത്ത് വായുവിനോട് ചേർത്തു, വേറൊരു കഷ്ണം എടുത്തിട്ട് അഗ്നിയോട് ചേർത്തു,
വേറൊന്നെടുത്ത് ജലത്തോട് ചേർത്തു, മറ്റേ അവസാനത്തെ കഷ്ണം ഭൂമിയോട് ചേർത്തു. അതുപോലെ ഇനി മറ്റേ കഷ്ണം ഇനി വായുവിൻ്റെ എടുക്കാനുള്ളത്. വായുവിൻ്റെ ഒരു കഷ്ണം അഗ്നിയിലേക്ക് അങ്ങോട്ട് കൊടുത്തു, മറ്റേ ആകാശത്തിലേക്ക് കൊടുത്തു. അതുപോലെ ഒരു കഷ്ണം ജലത്തിലേക്ക് കൊടുത്തു, ഒരു കഷ്ണം ഭൂമിയിലേക്ക് കൊടുത്തു. ഇങ്ങനെ വായുവിൻ്റെ അങ്ങനെ 4 കഷ്ണം. അതുപോലെ മറ്റതും ഇങ്ങനെ. അപ്പം എന്തായി? പകുതി ആ ഭൂതവും, ആകാശം എന്നുള്ള ഭൂതത്തിൻ്റെ പകുതി ആകാശമാണ്. ബാക്കി മറ്റതൊക്കെ 8-1 വീതം 12.5%. 50% ഇതും 12% ആകാശത്തെടുക്കുകയാണെങ്കിൽ 50% ആകാശം, ഈ 12% വായു, 12% അഗ്നി, 12% ജലം, 12% ഭൂമി. അതുപോലെ മറ്റെല്ലാ ഭൂതങ്ങളും. ഇപ്പോൾ വായു, ഈ വായുവിൽ പകുതി ഭൂതേ വായു ഉള്ളൂ, ബാക്കിയൊക്കെ മറ്റുള്ളതിൻ്റെ 12% വീതം കൂടിച്ചേർന്ന് മിക്സ്. അതിനാണ് പഞ്ചീകരണം എന്ന് പറയാം. പിന്നെ ആ പഞ്ചീകരിക്കപ്പെടാത്ത പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് അന്ധക്കരണമൊക്കെ ഉണ്ടാവുന്നത്, ഇന്ദ്രിയങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. അങ്ങനെയാണ്. പഞ്ചീകരിക്കപ്പെട്ട നിന്നാണ് നമ്മുടെ ശരീരമൊക്കെ ഉണ്ടാവുന്നത്. പഞ്ചീകരിക്കപ്പെട്ട ഈ ഭൂമിയിൽ നിന്നാണ് നമ്മൾ അന്നം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അന്നം, അത് പഞ്ചഭൂതമാണ്. ആ പഞ്ചഭൂതങ്ങൾ അത് പഞ്ചീകരിക്കപ്പെട്ട ഇതിന്ന് ഉണ്ടായി വന്ന വിഭവമാണ്. അതാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. അതുകൊണ്ടാണ് ഈ ശരീരം ഉണ്ടാവുന്നത്. അപ്പോൾ പഞ്ചഭൂതാത്മകമാണ് ഈ ശരീരം. പഞ്ചഭൂതങ്ങളെ കൊണ്ട്, പഞ്ചീകരിക്കപ്പെട്ട പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് സപ്തധാതുക്കളായിട്ട് പരിണമിച്ച് ശരീരമായിട്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ വേദാന്തത്തിൻ്റെ ഒരു പഞ്ചീകരണം എന്ന് പറഞ്ഞാൽ. എങ്ങനെയാണ് മനസ്സിലായില്ലോ? അതിൻ്റെ ഒറിജിനൽ വെച്ചാൽ ഒരു ഭൂതത്തിൻ്റെ പകുതിയേ ഉള്ളൂ, മറ്റതൊക്കെ മിക്സഡാണ്. അങ്ങനെ മിക്സ് ചെയ്താണ് കാണുന്നതൊക്കെ ആയിട്ട് നമ്മൾ കാണുന്നത് ആണ് പഞ്ചീകരിക്കപ്പെട്ടത്. വളരെ കോംപ്ലിക്കേറ്റഡാണ്. സ്വാമിജി, ഇപ്പം വേദാന്തം ഗഹനമായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പം അതിൽ ഒരു സാധകന് ഉറച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ, അതിലുറച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ, ഒരു സാധകന് ഉറച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ യുക്തിയാണോ വേണ്ടത്, അതോ മറ്റെന്തെങ്കിലും ആണോ? ഈ ശ്രുതി, യുക്തി, അനുഭവം 3 പറയും. ശ്രുതി വേണം. ശ്രുതി വെച്ചാൽ നമ്മൾ ശാസ്ത്രം പഠിക്കണം. യുക്തി വേണം. യുക്തി ഇല്ലാത്ത വൃത്തിയില്ല. കാരണം ഇപ്പോൾ ശങ്കരാചാര്യസ്വാമികൾ പറയാണ്, വേദം തന്നെ പറയുന്നു അഗ്നിക്ക് തണുപ്പാണെന്ന് പറഞ്ഞാൽ അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ യുക്തി വേണം. യുക്തി ഇല്ലാതെ ശാസ്ത്രമാവില്ല. അത് ശാസ്ത്രീയമാവണ്ടേ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ശ്രുതി, യുക്തി, അനുഭവം വേണം. അനുഭവത്തിലും കൂടെ വേണം. അതേ അനുഭവം വെറുതെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ശ്രുതി, യുക്തി, അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു ഈ വേദാന്തത്തിൽ നിഷ്ഠ വരുന്നത്. അല്ലെങ്കിൽ അത് 100% വളരെ പെർഫെക്റ്റാണ് വേദാന്തം എന്നുള്ളത്. അതാണ് മനസ്സിലാക്കുന്നത്. വെറും മൂഢമായുള്ള വിശ്വാസമല്ല, അത് അനുഭവിച്ചറിയണം എന്നുള്ളതാണ് അതിൻ്റെ. പിന്നെ പറയണത് ശ്രുതി, യുക്തി, അനുഭവം. ഈ വേദാന്തം പഠിക്കുന്നത്, വേദാന്തത്തിൻ്റെ സാധന എന്ന് പറഞ്ഞാൽ ആദ്യം ശ്രവണം. ആത്മൻ ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യോ എന്നൊക്കെ വേദമ്പോൾ തന്നെ പറയും. ആത്മാവിനെക്കുറിച്ച് കേൾക്കണം ആദ്യം. ശ്രോതവ്യോ കേൾക്കൂ, മന്തവ്യോ മനനം ചെയ്യൂ, നിധിധ്യാസിതവോ അതിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരണം. അങ്ങനെ നിരന്തരമായുള്ള പ്രവർത്തനം കൊണ്ടാണ് വേദാന്തം കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ വെറുതെ കാര്യമൊന്നുമില്ല. അപ്പോൾ ശ്രുതി, യുക്തി, അനുഭവം വേണം. എങ്കിലേ അപ്പോഴേ നിഷ്ഠ ഉണ്ടാവുള്ളൂ. ശരിക്കൊരു സത്യാന്വേഷിക്ക്, ആത്മാന്വേഷിയെ സംബന്ധിച്ചോളം ഇത് നിർബന്ധമാണ്. അങ്ങനെയാണ് അതിൻ്റെ. ഇപ്പം പറഞ്ഞില്ലേ അങ്ങ് ശ്രുതി, മനനം ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ കൃപ, ഈശ്വരകൃപ, ഗുരുകൃപ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പം ഈശ്വരകൃപ, അപ്പം അതും കൂടെ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാം? അത് വേണം. കാരണം ഗുരു അനുഗ്രഹം വേണം, ഗുരുവിൻ്റെ അനുഗ്രഹം വേണം. പിന്നെ ശാസ്ത്രപ്രസാദം വേണം, ശാസ്ത്രത്തിൻ്റെ അനുഗ്രഹം വേണം, പഠിക്കുന്ന ശാസ്ത്രത്തിൻ്റെ അനുഗ്രഹം വേണം. കാരണം അതിനോട് നമുക്ക് നീതി വളർത്തണം. ശാസ്ത്രം പഠിക്കുമ്പോഴും അതിൽ ഭക്തി ശ്രദ്ധയോടുകൂടി ചെയ്യണം. മാത്രമല്ല പിന്നെ ഈശ്വര അനുഗ്രഹം വേണം. ഇതെല്ലാം കൂടെ ചേരുമ്പോഴേ അയാൾക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റുള്ളൂ. മറ്റത് പാണ്ഡിത്യ ഗർവമൊക്കെ ഉണ്ടായി പോകും, ഒരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്കത് അനുഭവത്തിൽ വരണം. അനുഭൂതിയാണ് ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ, അനുഭൂതിയാണ്. ആ അനുഭൂതി, ആത്മാനുഭൂതി വേണമെങ്കിൽ ഇങ്ങനെ ഇതിൽ കൂടെ എന്ന് പറയാം, ഈശ്വരാനുഗ്രഹം വേണം, ഗുരു അനുഗ്രഹം വേണം, ശാസ്ത്രപ്രസാദം വേണം. അപ്പോഴേ ഇത് ഫലവത്താവുള്ളൂ. സ്വാമിജി, ഇപ്പം ഒരാൾ വേദാന്തമൊക്കെ പഠിക്കുന്നു, സ്വാഭാവികമായിട്ടും ചിലപ്പോൾ അവനിൽ അഹങ്കാരം വരാം. എനിക്ക് അറിവുണ്ട് എന്നുള്ളൊരു ഭാവം വരാം. അപ്പം അറിവ് നേടുമ്പോൾ അഹങ്കാരം വരുന്നു എന്നുണ്ടെങ്കിൽ
ആ അഹങ്കാരം മാറാനുള്ള അറിവ് എന്താണ്? അറിവ് നേടുമ്പോൾ അഹങ്കാരം എന്ന് പറയുന്നത് അഭിമാനമാണ്. അഹങ്കാരം എന്ന് പറഞ്ഞാൽ അഹങ്കാരം എന്നുള്ളത് ഞാൻ ഓരോന്നിലും അഭിമാനിക്കണം. എൻ്റെ അറിവിൽ ഞാൻ അഭിമാനിക്കുന്നു. എൻ്റെ ശരീരത്തിൽ ഇപ്പോൾ നല്ല ആരോഗ്യമുള്ള ഒരാളെ ഞാൻ ആരോഗ്യവാനാണെന്ന് അഭിമാനിക്കുന്നു. സമ്പത്തുള്ള ആൾ സാമ്പത്തികമായിട്ട് ഞാൻ സമ്പന്നനാണെന്ന് അഭിമാനിക്കുന്നു. അപ്പോൾ ഈ അറിവുണ്ട് എന്നുള്ള അഭിമാനം വരുമ്പോൾ അത് അജ്ഞാനത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണം. അപ്പോൾ അതിനാണ് അത് സ്വാഭാവികമായിട്ടുണ്ടാവുമ്പോൾ അതിനാണ് ഈ ഗുരു ശുശ്രൂഷയൊക്കെ ചെയ്യുന്നത്. ഗുരു ശുശ്രൂഷ സേവന പ്രവർത്തനങ്ങൾ, നേരത്തെ പറഞ്ഞ ഈശ്വര പ്രണിധാനം എന്നൊക്കെ പറഞ്ഞു, സ്വാധ്യായം, അങ്ങനെ ചെയ്യുമ്പോൾ പതുക്കെ നമ്മുടെ ഈ അഹം അലിഞ്ഞു പോകും. പതുക്കെ അലിഞ്ഞു പോകും. നമ്മൾ വെഷ്ടിയാണോ സമഷ്ടിയായിട്ട് ബന്ധം. വെഷ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രത്യേക ഒരു വ്യക്തിയാണ്. സമഷ്ടി എന്ന് പറഞ്ഞാൽ വിശ്വം മുഴുവനും നിറഞ്ഞതിന് അതിനെക്കുറിച്ച് അവബോധം ഉണ്ടാകുമ്പോൾ ഈ ക്ഷുദ്രമായിട്ടുള്ള ഞാൻ വിലയിപ്പില്ല. കാരണം സമുദ്രത്തിൽ ഒരു തുള്ളി വെള്ളം മാത്രമാണ് നമ്മൾ. സമുദ്രത്തിൽ അനന്തമായ സമുദ്രത്തിൽ ഒരു തുള്ളി വെള്ളം മാത്രം. ഒരു തുള്ളി വെള്ളം ആ സമുദ്രത്തിൽ വീഴുന്നതോടുകൂടി ആ തുള്ളി എന്നുള്ള അവസ്ഥ പോയി സമുദ്രമായിട്ട് മാറുന്നത് പോലെ ഈ അനന്തമായുള്ള പാരാവാരത്തിലേക്ക് പോയി ലയിക്കാനുള്ള ആ ഒരു ശ്രമം എപ്പോഴും, ആ ഒരു ഭാവം എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ അത് അപകടമാണ്. കാരണം അത് നമ്മളെ ബന്ധനത്തിലേക്ക് വീണ്ടും ബന്ധനത്തിലേക്ക് കൊണ്ടുപോകും. എപ്പോഴും അത് ഒരു സമർപ്പണ ഭാവം വെച്ചാൽ എല്ലാം പൂർണ്ണമായിട്ട് ശരണാഗതി അടയാന്നൊക്കെ പറയില്ലേ നമ്മൾ. ആ ഈശ്വര പ്രണിധാനം എന്ന് പറഞ്ഞതാണ്. പൂർണ്ണമായിട്ടും അവിടെ ശരണം പ്രാപിക്കുക. നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും, അത് ശരീരം കൊണ്ടാവട്ടെ, മനസ്സുകൊണ്ടാവട്ടെ, വാക്കുകൊണ്ടാവട്ടെ, എല്ലാം ഭഗവാനിന് അർപ്പിക്കുന്ന ആ ഒരു ഭാവം ഉണ്ടെങ്കിൽ ഈ അഹങ്കാരം ഇല്ലാതെയാവും. ഇപ്പോൾ പഠിച്ചതിലൊന്നും നമുക്ക് അഹങ്കാരം ഉണ്ടാവില്ല. പഠിച്ചത് നമ്മുടെ വിദ്യയൊന്നുമല്ല, നമ്മൾ ഗുരുനാഥന്മാർ പറഞ്ഞു തന്നതും ശാസ്ത്രത്തിൽ എഴുതിയൊക്കെ പഠിക്കണം. നമുക്കതിൽ അഭിമാനിക്കാൻ എന്ത് വകയുണ്ട്? നമുക്കും അഭിമാനിക്കാൻ. പിന്നെ ഞാനാരാന്ന് അന്വേഷിച്ചപ്പോൾ അങ്ങനെയൊന്നും ഇല്ല അവിടെ. വാസ്തവത്തിൽ ഈ കാണുന്ന പഞ്ചഭൂതങ്ങളൊക്കെ തന്നെയാണ് കാണുക. പഞ്ചഭൂതങ്ങളിൽ ഞാനാണെന്നെങ്കിൽ അഭിമാനിക്കുകയാണ്. അത് മിഥ്യാഭിമാനമാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ ഒരേ ഒരു ആ ചൈതന്യം മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ അതിൽ ഈ സമുദ്രത്തിലൊരു വെള്ളത്തുള്ളിയുടെ അവസ്ഥയുള്ളൂ നമ്മളൊക്കെ. ആ വെള്ളത്തുള്ളി ആ സമുദ്രത്തിൽ വീഴുന്ന വരെയുള്ളൂ. അത് കഴിഞ്ഞു സമുദ്രമായി എന്ന പോലെ ആ പരമാത്മബോധത്തിലേക്ക് നമ്മൾ ലയിക്കണം. പോയിട്ട് നമ്മുടെ ഈ ജീവഭാവം ബ്രഹ്മഭാവമായിട്ട് പരിണമിക്കണം. അതാണ് സാധനയുടെ ഉദ്ദേശം. അതായി കഴിഞ്ഞാൽ നമ്മളെല്ലാം പൂർണ്ണമായി. പിന്നെ പക്ഷെ ഈ അറിവെല്ലാം കിട്ടുന്നതും നമുക്ക് മുന്നേ പോയ ഋഷിമാർ വെച്ച, അല്ലെങ്കിൽ നമ്മൾ ഈ അഭിമാനിക്കുന്നത് മിഥ്യയാണ്. അത് ബോധ്യം വരണം നമുക്ക്. എന്തിൽ അഭിമാനിക്കാനോ? നമുക്ക് എന്താണുള്ളത്? ഒന്നുമില്ല ഇവിടെ. ഇതൊന്നും നമ്മളെയൊന്നും അല്ല. ഇപ്പം നമ്മൾ ശ്വസിക്കുന്ന വായു നമ്മുടെയാണോ? നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ, ഇതൊന്നും നമ്മുടെയല്ല. നമ്മുടെയും സങ്കല്പിക്കുകയാണ്. അത് വെറുതെ, അത് മായാശക്തിയാണ്. വാസ്തവത്തിൽ ഇതെല്ലാം ആ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ഇവിടെ സത്യം അതേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ ആ ഒരു ഇതിലേക്ക് അതിൽ ഗുരു ശുശ്രൂഷ കൊണ്ടും നിരന്തരമായ സത്സംഗങ്ങളെ കൊണ്ടും സ്വാധ്യായങ്ങളെ കൊണ്ടും ഒക്കെയാണ് അത് വരുന്നത്. ആ ഒരു തപോവൃത്തിയായിരിക്കണം ജീവിതം. അങ്ങനെ വരുമ്പോൾ പിന്നെ നമുക്ക് ഈ അഹങ്കാരം ഉണ്ടാവില്ല. അഹങ്കാരം വലിയ ശല്യമാണ്. അഹങ്കാരമാണ് നമ്മുടെ എല്ലാം ശത്രു. ശരിക്കും പറഞ്ഞാൽ അഹങ്കാരത്താണ് ബാക്കി എല്ലാം ഉണ്ടാവുക. ശരിക്കും അപ്പോൾ ഒരു സമർപ്പണമുള്ള ഒരു സാധകന് ഇതൊന്നും വായിച്ച് പഠിച്ചില്ലെങ്കിലും ആ ഗുരുവിൽ നിന്ന് കിട്ടുന്ന ആ കൃപ കൊണ്ട് അവൻ ഇതെല്ലാം മനസ്സിലാവില്ലേ? അതെങ്ങനെയാണെന്നറിയോ? ഓരോരുത്തരുടെ സംസ്കാരം അനുസരിച്ചാണ് എല്ലാം. ഇപ്പം നമുക്കിപ്പോൾ ചില കുട്ടികൾ, ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ സംഗീതത്തിലൊക്കെ എല്ലാം കഴിവുണ്ട്. ചിലർക്ക് ചിത്രം വരയ്ക്കാനുള്ള കഴിവുണ്ട്. അതൊന്നും ഈ ജന്മത്തിൽ അവരുണ്ടാക്കണതല്ല. പൂർവ്വജന്മത്തിൽ അവർ അഭ്യസിച്ചതിൻ്റെ ബാക്കിയാണ്. പൂർവാഭ്യാസേനേവ ക്രിയതേഹ്യ അപശോഭിസ. ഭഗവാൻ ഭഗവത്ഗീതയിൽ ഭാഗം എടുക്കാം. അർജുനൻ ഭഗവാനോട് ചോദിച്ചു, ഭഗവാനെ, ഈ യോഗമാർഗത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ അധ്യാത്മപാതയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾക്ക് മനോനിയന്ത്രണം നഷ്ടപ്പെട്ടു. വേണ്ട പോലെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അതൊന്ന് പതിച്ചു, ആ മാർഗത്തു നിന്ന് വീണുപോയി. ചിലപ്പോൾ വരാലോ, അങ്ങനെ സംഭവിക്കാമല്ലോ. എന്തെങ്കിലും മനസ്സിൻ്റെ ഇതല്ലേ, ഇന്ദ്രിയങ്ങൾക്ക് മനസ്സൊക്കെ ചതിക്കും. ചിലപ്പോൾ നമ്മളെ പ്രലോഭനത്തിൽ പെട്ടുപോകും, വിഷയങ്ങളുടെ പ്രലോഭനത്തിൽ പെട്ടുപോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാങ്കതി കൃഷ്ണ, അപ്പോൾ എന്തായിരിക്കും അവൻ്റെ ഗതി? അങ്ങനെ ഒരു അധ്യാത്മപാതയിൽ പോകുന്ന ഒരു ജീവൻ അബദ്ധത്തിൽ അതിന്ന് മാർഗഭ്രംശം വന്നാൽ അയാളുടെ ഗതി എന്താവും? അർജുനന് സംശയം വന്നത് എന്താ വെച്ചാൽ, കച്ഛിന്നോ ഭവി ഭ്രഷ്ടഛിന്നാഭ്രവമിവ നശ്യതി. അർജുനൻ ചോദിക്കുകയാണ്, ആകാശത്തിൽ മേഘങ്ങൾ ഇങ്ങനെ മുറിഞ്ഞു പോകുന്നതാണ്. ഇതുപോലെ അവന് ഇഹലോകമില്ല, പരലോകവും. ഇപ്പോൾ യോഗമാർഗത്തിൽ പോയി കുറേയൊക്കെ അങ്ങോട്ട് അവിടെ എത്തിയതുമില്ല, ഇല്ലത്തുനിന്ന് വിട്ടു അമ്മാത്ത് എത്തിയില്ല എന്ന് പറയുന്നൊരവസ്ഥ വരില്ലേ എന്ന് അർജുനൻ ചോദിക്കുകയാണ്. അപ്പോൾ അതിന് ഭഗവാൻ പറയണ മറുപടി എന്താ അറിയോ? ഇല്ല, ഒരിക്കലും പേടിക്കണ്ട. നഹി കല്യാണ കൃഷ്യ ദുർഗതിയും താതകച്ഛതി.
നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും ദുർഗതി വരില്ല അർജുന. കാരണം വളരെ ശ്രേയസ്സിൻ്റെ മാർഗത്തിലാണ് പോണത്. അയാൾക്കൊരു വീഴ്ച പറ്റി, പക്ഷെ അതുകൊണ്ട് അയാൾ നശിക്കാൻ പോകുന്നില്ല. എന്നിട്ട് ഭഗവാൻ പറയാം അവർക്ക് വീണ്ടും അയാൾ പിന്നെ ഉഷിത്വ ശാശ്വതി അവിടെ ഉയർന്ന ദിവ്യലോകങ്ങളിലൊക്കെ പോയിട്ട് മരണിച്ചു കഴിഞ്ഞാൽ, ശരീരം വിട്ടു കഴിഞ്ഞാൽ ആ ജീവൻ ഉയർന്ന ലോകങ്ങളിലൊക്കെ പോയിട്ട് ആ ദിവ്യങ്ങളായുള്ള ഭോഗങ്ങളൊക്കെ അനുഭവിക്കും അയാളുടെ കർമ്മത്തിൻ്റെ ഫലമായിട്ട്. അയാൾക്ക് ഈ വീഴാൻ കാരണം എന്തെങ്കിലും പ്രലോഭനത്തിൽ പെട്ടതുകൊണ്ടാണല്ലോ. അപ്പോൾ അയാൾക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ അയാൾ അനുഭവിക്കും. വീണ്ടും അയാൾ ശ്രീമതാം ധീമതാം ഗേഹേ യോഗഭ്രഷ്ടോപിജായതേ. വീണ്ടും അയാൾ നല്ല ഐശ്വര്യമുള്ളവരുടെ കുടുംബത്തിൽ, ഐശ്വര്യ സമ്പത്തല്ല കേട്ടോ, സമ്പത്ത് മാത്രമല്ല, സദാചാരപരമായുള്ള ജീവിതം, നല്ല മാന്യന്മാരായുള്ള ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ സത്യധർമ്മമൊക്കെ ഉള്ള ആൾക്കാർ, അങ്ങനത്തെ കുടുംബത്തിൽ ജനിക്കും. ശ്രീമതാം ധീമതാം ഗേഹേ, നല്ല ബുദ്ധിമാന്മാരുടെ കുടുംബത്തിൽ. യോഗഭ്രഷ്ടോപിജായതേ, യോഗഭ്രഷ്ടനായിട്ട് ആൾ അവിടെ ജനിക്കും. അഥവാ യോഗിനാമേവ കുലേ ഭവതി ധീമതാം, ചിലപ്പോൾ മഹായോഗികളുടെ കുടുംബത്തിൽ ജനിച്ചേക്കാം. ഏതദ്ധി ദുർലഭതരം ലഭന്തേ ജന്മമീദൃശം. പക്ഷെ അങ്ങനെയുള്ള ജന്മമൊക്കെ വളരെ ദുർലഭമാണ് എന്നിട്ട് പറയാം. എന്നിട്ട് അയാൾ പൂർവാഭ്യാസത്തിലെ സംസ്കാരം, അയാളുടെ പ്രേരണ ഉണ്ടാവും ഈ ജന്മത്തിൽ. കഴിഞ്ഞ ജന്മത്തിൽ അയാൾ അഭ്യസിച്ച് പോകുന്നുണ്ടല്ലോ, അത് ഇയാളുടെ ഉള്ളിൽ സംസ്കാരമായിട്ടുണ്ട്. അത് വാസനാരൂപത്തിൽ ഇങ്ങനെ വന്ന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും കർമ്മത്തിൽ. അപ്പോൾ അയാൾ ആ മാർഗത്തിൽ തന്നെ വീണ്ടും പോകും. അങ്ങനെ പോയിട്ട് അത് പൂർണ്ണതയിലേക്ക് എത്തും. അങ്ങനെ പതുക്കെ പതുക്കെ, ചിലപ്പോൾ ഒരു ജന്മം കൊണ്ടാവില്ല, ചിലപ്പോൾ കുറച്ച് ജന്മങ്ങൾ എടുത്തേക്കാം. പക്ഷേ എന്നാലും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും ദുർഗതി വരില്ല. അതുകൊണ്ട് പേടിക്കാനില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. സ്വാമിജി, ഭക്തി, ജ്ഞാനം, കർമ്മം, ഇതിനെ നമുക്ക് വേദാന്തത്തിലൂടെ എങ്ങനെ മനസ്സിലാക്കാം? ഞാൻ പറഞ്ഞില്ല, പല മാർഗങ്ങളുണ്ടെന്ന് പറഞ്ഞതിലാണ്. പിന്നെ കർമ്മം, കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം, മൂന്നെണ്ണമാണ് പ്രധാനമായിട്ട് പറയുക. അതിൽ പിന്നെ കർമ്മയോഗം എന്ന് പറഞ്ഞത് യാഗാദി കർമ്മങ്ങളൊക്കെ കർമ്മയോഗത്തിൽ വരും. ഹോമങ്ങൾ, ഇങ്ങനെയുള്ള വൈദ്യങ്ങളായുള്ള കർമ്മങ്ങളാണ് കർമ്മയോഗം. അത് വേദങ്ങൾ തന്നെ 3 കാണ്ഡങ്ങളായിട്ടാണ് പറയുക. ഒന്ന് കർമ്മകാണ്ഡം, ഉപാസനാകാണ്ഡം, അതുപോലെ ജ്ഞാനകാണ്ഡം. കർമ്മകാണ്ഡമാണ് യാഗാദി കർമ്മങ്ങളിലൊക്കെ, യജ്ഞങ്ങളൊക്കെ ചെയ്യുന്നത് കർമ്മങ്ങൾ, അതിൻ്റെ വിധികളും അതെങ്ങനെയൊക്കെ ചെയ്യണം, യജ്ഞയാഗശാല എങ്ങനെ കെട്ടണം, അതിൻ്റെ വിധികളും അതിൻ്റെ കർമ്മങ്ങളൊക്കെ. അതുപോലെ ഉപാസനാകാണ്ഡം എന്ന് പറയുമ്പോൾ സ്തോത്രപ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ, സാമവേദമൊക്കെ ഉപാസനാവേദം. അതിങ്ങനെ അതിൽ നിന്നാണ് സംഗീതം ഉണ്ടായുള്ളത്. സരിഗമ ഇതൊക്കെ വരുന്നതൊക്കെ അത് സപ്തസ്വരങ്ങൾ. ഈ സംഗീതം പഠിച്ച ആളെ ഭാഗവതരൻ എന്ന് പറയുക. ഭാഗവതരൻ ഭക്തൻ എന്നർത്ഥമാണ്, ഭഗവാനെ ആശ്രയിച്ചാൽ. ഭഗവാന്റെ കീർത്തനങ്ങളാണല്ലോ അവർ പാടുന്നത്. ജ്ഞാനകാണ്ഡം എന്ന് പറഞ്ഞാൽ ഉപനിഷത്തുകളാണ്. ഉപനിഷത്തുകളെയാണ് ജ്ഞാനകാണ്ഡം എന്ന് പറയുക. അത് ബുദ്ധിക്ക്. അപ്പോൾ ഈ നമുക്ക് 3 തലത്തിലാണ് നമ്മൾ മനുഷ്യരെല്ലാവരും. അത് ഒന്നുകിൽ ശരീരത്തിനോട് കൂടുതൽ താതാത്മ്യപ്പെട്ട ആൾക്കാർ, അവർക്കുള്ളതാണ് കർമ്മയോഗം. അപ്പോൾ അവർക്ക് എന്താ ചെയ്യുക, അവർക്കിപ്പോൾ ഈ പിന്നെ മനസ്സിന് വേണ്ടത്ര ഒരു എന്താ പറയുക ഭക്തിക്കുള്ളൊരു ആയിട്ടില്ല. ജ്ഞാനം പിന്നെ അത് കഴിഞ്ഞാൽ അപ്പം അതിൻ്റെ മുകളിലാണ് ജ്ഞാനത്തിനോട്ട് പ്രാപ്തിയില്ല. പക്ഷെ അപ്പോൾ അവരെന്ത് ചെയ്യണം, അവർക്ക് അങ്ങനെ കർമ്മങ്ങൾ ചെയ്യണം. കർമ്മങ്ങൾ ചെയ്യാൻ എന്ത് ചെയ്യണം, അപ്പോൾ ശരീരാഭിമാനികളാണ് കൂടുതൽ, അവരാണ് കർമ്മയോഗത്തിൽ, അവർക്കാണ് അതിനുള്ള യോഗ്യത കൂടുതൽ. അല്ല അവർക്കുള്ളതാണത്. അവർ ദ്രവ്യങ്ങളൊക്കെ സംഘടിപ്പിക്കണം. യാഗത്തിന് ഒരുപാട് ദ്രവ്യങ്ങൾ, ഒരുപാട് ആൾക്കാരെ സഹായം വേണം. അങ്ങനെ സംഘടിപ്പിച്ച് പോകണം, യാഗങ്ങളൊക്കെ ചെയ്യും. യാഗങ്ങൾ ചെയ്യണപ്പോൾ അപ്പോൾ ആ യാഗങ്ങളെ, ആ കർമ്മയോഗമാകണമെങ്കിൽ ആ കർമ്മയോഗത്തിൽ ഫലാസക്തി വരാൻ പാടില്ല. മറ്റേ കർമ്മയേ ഉള്ളൂ. കർമ്മയോഗമാവണമെങ്കിൽ അതിൽ എനിക്ക് ഈ കർമ്മം കൊണ്ട് എനിക്ക് സ്വർഗത്തിൽ പോകണം, സുഖമായിട്ട് ഇരിക്കണം എന്നൊക്കെ വിചാരിച്ചാൽ അത് കർമ്മയോഗമല്ല. കർമ്മയോഗം എന്ന് പറയുമ്പോൾ ലോകസംഗ്രഹമേവാപി സംപശ്യം, അതായത് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഈ കർമ്മം ചെയ്യും. യാഗാദി കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ദേവന്മാരൊക്കെ തൃപ്തിപ്പെടും. ഹവിസ്സർപ്പിക്കണം ഇന്ദ്രാദി ദേവന്മാർക്ക്. ഹവിസ്സർപ്പിക്കുമ്പോൾ അവരത് സന്തോഷം. അവർക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ അവരുടെ ഭക്ഷണം ഹവിസ്സാണ്. നമ്മൾ നെയ്യ്, ആജ്യം, അതുപോലെ ഹവിസ്സൊക്കെ അർപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ ഈ അഗ്നി അതിനെ കെമിക്കൽ ചേഞ്ച് വരുത്തുകയാണല്ലോ. എന്നിട്ട് അതിൻ്റെ സൂക്ഷ്മഭാവത്തെ ദേവന്മാരിലെത്തിക്കും. അങ്ങനെയാണ്. അതായത് ഹവ്യപാട്ട് എന്നാണ്, ഹവ്യവാഹനൻ അഗ്നിക്കൊരു പേരുണ്ട്. ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ഒരു തീയിൽ കൊണ്ടുപോയിട്ട് ഒരു മുളകിട്ട് വിചാരിക്കാം. മുളകിട്ട് കഴിഞ്ഞാൽ നമ്മളിവിടെ ഇരിക്കില്ല അവിടെ. അതുപോലെ നമുക്ക് നെയ്യ് ഒഴിച്ചാൽ അതിൻ്റെ സ്മെല്ല് വേറെ വരും. അപ്പോൾ ഏത് ദ്രവ്യവും അതിനെ വിഘടിപ്പിച്ച് അതിൻ്റെ സൂക്ഷ്മാംശത്തെ, അവർക്ക് സൂക്ഷ്മാംശം മതി, അവർക്ക് സ്ഥൂല ശരീരമില്ല ദേവന്മാർക്ക്, സൂക്ഷ്മ ശരീരമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് അതിൻ്റെ സൂക്ഷ്മ ശരീരം. അപ്പോൾ അവിടെ എത്തുമ്പോൾ ദേവന്മാരുടെ ഭക്ഷണമായി. നമുക്ക് അന്നം പോലെ, നമുക്ക് ചോറൊക്കെ കഴിക്കുന്ന പോലെ തന്നെ അവർക്ക് ഹവിസാണ്.
അപ്പോൾ അവർ സന്തോഷമായിട്ട് നമുക്ക് വേണ്ട പിന്നെ മഴ പെയ്യിക്കും, അതുപോലെ നല്ല ശുദ്ധമായുള്ള വായു, നല്ല ഭൂമി, എല്ലാം ഫ്രഷായിരിക്കും. അങ്ങനെ വരുമ്പോൾ സുഖമായിട്ടുള്ള എല്ലാ ജീവജാലങ്ങൾക്കും സുഖമാവും. അപ്പോൾ ഇവരെ കർമ്മം കൊണ്ട് അങ്ങനെ ഗുണം കിട്ടും. അപ്പോൾ അത് അവർക്ക് പുണ്യമാണ്, അവർ ശുദ്ധീകരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഈ കർമ്മം കൊണ്ട് ശുദ്ധമായിട്ട് വരുമ്പോൾ അവരുടെ ഭാവനയും ശുദ്ധമാവും. നേരത്തെ പറഞ്ഞില്ലേ, ആ ഭാവന ശുദ്ധമാവുന്നതുകൊണ്ട് അവർക്ക് ഈശ്വരപ്രേമം ഉള്ളിലുണ്ടാവും. അതാണ് ഭക്തിയോഗം. അത് മനസ്സിൻ്റെ ഒരു വൈകാരിക ഭാവം കൂടെയാണ്. പ്രേമം ഭഗവാനോടുള്ള പ്രേമമാണ്, പ്രേമസ്വരൂപമാണ്. സാത്വസ്മിൻ പരമ പ്രേമരൂപ ഭക്തി എന്നാണ് നാരദ മഹർഷി പിന്നെ ഭക്തി നിർവചിച്ചത്. ആ ഭഗവാനോടുള്ള പരമപ്രേമമാണ് ഭക്തി എന്ന് പറയുന്നത്. ഭക്തി അതാണ് ഭക്തി. അങ്ങനെ ഭഗവാൻ എങ്ങനെ, ഇത് ഗോപസ്ത്രീകളാണ് അതിന് ഉദാഹരണമായിട്ട് പറയുന്നത്. ഗോപസ്ത്രീകൾ പൂർണ്ണമായിട്ട് സദാ ഭഗവാനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പുരാണത്തിലേ. അപ്പോൾ യഥാ വ്രജഗോപികാനാം ഭക്തസൂത്രത്തിൽ പറയും, വ്രജഗോപികകൾ, വ്രതത്തിലെ ഗോപികകൾ എങ്ങനെയാണോ ഭഗവാനെ തന്നെ അവർ തൈര് കടയുമ്പോഴും കുട്ടികളെ താരാട്ട് പാടിപ്പിക്കുമ്പോഴും ഇത് കൊണ്ട് വിൽക്കുമ്പോഴും ഒക്കെ ഒരു ഭഗവാനെയാണ് സ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ വ്യവഹാരങ്ങളുണ്ടെങ്കിലും അതിലൊക്കെയും ഭഗവാനെ മുൻനിർത്തി ചെയ്യുന്നതാണ് ഭക്തിയോഗം. അങ്ങനെ ഭക്തി അപ്പോൾ അത് മനസ്സിൻ്റെയാണ്. നേരത്തെ പറഞ്ഞ കൂടുതൽ ശരീരാത്മബോധമുള്ളവർക്കാണ് കർമ്മയോഗം. മനസ്സ് കുറച്ചും കൂടി ഇതായിട്ടുള്ള ആൾക്കാർ, അവർക്കാണ് ഭക്തിയോഗം. ബുദ്ധിക്ക് നല്ല തീക്ഷ്ണതയുള്ളവർക്കാണ് ജ്ഞാനയോഗം. അങ്ങനെ 3 കാണ്ഡങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശരീരം, മനസ്സ്, ബുദ്ധിക്കലാണ് ജ്ഞാനയോഗം. ഉപനിഷത്തൊക്കെ വായിച്ച് അതിന് പഠിച്ച് മനനം ചെയ്യണമെങ്കിൽ ഒരു ബുദ്ധിക്ക് നല്ല സൂക്ഷ്മത വേണം. അപ്പോൾ ഇത് 3ഉം തമ്മിൽ പരസ്പരം വിരോധമല്ല. ഇത് 3ഉം അത് കർമ്മയോഗം കൊണ്ട് ഭക്തി ഉണ്ടാവും, ഭക്തി കൊണ്ട് ജ്ഞാനം ഉണ്ടാവും. ജ്ഞാനേ ഏത് കൈവല്യം എന്നാണ്. ജ്ഞാനം കൊണ്ടേ മോക്ഷമുള്ളൂ. ജ്ഞാനമില്ലാതെ മോക്ഷം ഉണ്ടാകാൻ പോകുന്നില്ല. മോക്ഷപ്രാപ്തി എന്ന് പറഞ്ഞാൽ തൻ്റെ സ്വരൂപം തിരിച്ചറിയുന്നവരെ തെറ്റിദ്ധാരണയാണ്. മറ്റേ അജ്ഞാനം എന്ന് പറയുന്നത് തെറ്റിദ്ധാരണയാണ്. കയറിനെ കണ്ട് പാമ്പാണ് തെറ്റിദ്ധരിക്കുന്ന പോലെ തെറ്റിദ്ധാരണയ്ക്കാണ് അജ്ഞാനം എന്ന് പറയുന്നത്. അജ്ഞാനത്തിലുള്ളിടത്തോളം കാലം ഭ്രമം ഉണ്ടാവും. ഭ്രമം മാറണമെങ്കിൽ യഥാർത്ഥം അറിയണം. ഇത് കയറാണെന്ന് അറിയുമ്പോൾ മാത്രമേ പാമ്പിനെ കുറിച്ചുള്ള ഭയം പോകുന്നുള്ളൂ. എന്ന പോലെ നമ്മുടെ ആത്മസ്വരൂപം അറിയുമ്പോൾ മാത്രമേ നമ്മൾ ഭ്രമത്തിൽ നിന്ന് മുക്തനാകുന്നുള്ളൂ. ഇതാണ് അതിൻ്റെ ഒരു സ്വാമിജി, ആത്മവിശ്വാസവും അഹങ്കാരവും ഇത് രണ്ടാണോ? അഹങ്കാരം എന്ന് പറയുന്നത് ഈ പറഞ്ഞ അഹങ്കാരം എന്നുള്ള തത്വം, അഹം തത്വം, അഭിമാനമാണെന്ന് പറഞ്ഞില്ലേ, ഞാൻ ശരീരമാണെന്ന് അഭിമാനിക്കുന്നു, അത് അഹങ്കാരമാണ്. അഹങ്കാരം എന്നുള്ളത് ഇപ്പം നമ്മളീ പറയുന്ന എന്താ പറയുക ധാർഷ്ട്യം, അത് അഹങ്കാരമല്ല, അഹം തത്വമാണ് പറയണത്. സൃഷ്ടിയിൽ അഹം തത്വം ഉണ്ടാവുന്നു, ബുദ്ധി തത്വം ഉണ്ടാവുന്നു. എൻ്റെ ബുദ്ധി എന്ന് പറയുക. അപ്പോൾ അഹം അതിൻ്റെ അപ്പുറം, അഹം ആദ്യം ഉണ്ടായി, പിന്നെ ബുദ്ധിയുടെയാണ് അഹം ബുദ്ധി എന്നാണ്, എൻ്റെ ബുദ്ധി എന്നല്ലേ പറയണത്. അതുപോലെ എൻ്റെ മനസ്സ് അപ്പോൾ ഞാൻ എന്നുള്ളത് അഹം തത്വം, അത് സൃഷ്ടിയിലാണ്. അത് കഴിഞ്ഞ് എൻ്റെ ഇന്ദ്രിയങ്ങൾ, അങ്ങനെയാണല്ലോ. അപ്പോൾ ഈ ആഹത്തെയാണ് ശരിക്കും നമ്മൾ ചിന്തിക്കുമ്പോൾ ആത്മബോധം, ആത്മവിശ്വാസമല്ല, ആത്മബോധം. വിശ്വാസം എന്ന് പറയുമ്പോൾ നമുക്ക് അത് പൂർണ്ണമാവണില്ല. ആത്മബോധം വരുന്ന സമയത്ത് ഈ അഹന്ത എങ്ങ് പോവും, അഹം പോവും. അഹങ്കാരം എന്നുള്ള തത്വം അതൊക്കെ മായയാണെന്ന് മനസ്സിലാവും. കാരണം അതിനെ ഞാൻ അറിയുന്നു. മനോബുദ്ധി അഹങ്കാര ചിത്താനീനാഹം. ആത്മബുദ്ധി വരും, ആത്മബോധം നമ്മളിലുണ്ടാവുമ്പോൾ മനസ്സല്ല, ബുദ്ധിയല്ല, അഹന്തത്വമല്ല, അതൊക്കെ മായാകാര്യങ്ങളാണ്, മായയുടെ സൃഷ്ടികളാണ് അതൊക്കെ. അഹന്തത്വം ഉണ്ടായി, പിന്നെ ബുദ്ധി ഉണ്ടായി, എൻ്റെ ബുദ്ധി എന്ന് പറയാം. ഉദാഹരണമായിട്ട് ഞാനൊരു ഉദാഹരണം പറയാം. അത് ഈ അഹന്തത്വത്തിനെ നമുക്ക് വേണമെങ്കിൽ പരമാത്മതത്വമാക്കി മാറ്റാം. ശ്രദ്ധിച്ചാൽ അറിയാം. എങ്ങനെ അറിയോ? അതാണ് ഭക്തിയോഗത്തിൻ്റെ പ്രത്യേകത. ആത്മാത്വം ഗിരിജാമതി, ശങ്കരാചാര്യസ്വാമിയുടെ ശിവമാനസ പൂജ എന്ന് പറഞ്ഞൊരു കൃതിയുണ്ട്. 5 ശ്ലോകങ്ങളാണ്. അതിൽ പറയണ ഭഗവാനോട് പറയാണ്, പരമശിവനോട് പറയാം, ആത്മാത്വം ഗിരിജാമതി സഹചര പ്രാണാശരീരം ഗൃഹം പൂജാതി വിഷയോ ബഭോഗരചനാ നിദ്രാസമാധിസ്ഥിതി സഞ്ചാരപദയോ പ്രദക്ഷിണവിധി സ്തോത്രാണി സർവാഗിരോ കർമ്മകരോമി തത്തഖിലം ശംഭോ തവാരാധനം. നമ്മളിലൊക്കെ അന്തര്യാമിയായിരിക്കുന്ന ചൈതന്യം ഒന്നാണ്, ആത്മചൈതന്യം ഒന്നാണ്. എല്ലാവരും ഉറുമ്പിലായാലും യാ ബ്രഹ്മാദി പിപീലികന്തതനു ക്ഷുപ്ര, ബ്രഹ്മാവ് തൊട്ടിട്ട് ഉറുമ്പ് വരെ
സൂക്ഷ്മജീവി, ഏകകോശ ജീവിയാണെങ്കിൽ അതുവരെ എല്ലാറ്റിലും ഒരു നൂല് പോലെ, ഒരു നൂലിൽ കുറത്ത മണികളാണ് ഇതൊക്കെ. ഒരേ ഒരു ആത്മവസ്തുവിലാണ് ഇതൊക്കെ പ്രകാശ ചൈതന്യമായിരിക്കണം. ഈ ബ്രഹ്മാവ് തൊട്ടിട്ട് ഇങ്ങോട്ട് കിടം വരെ പ്രോതാച്ച കുറക്കപ്പെട്ടത് ജഗത് സാക്ഷിണി, ഈ ജഗത്തിന് സാക്ഷിയായിട്ട്, ഈ ജഗത്തിനെ അറിയുന്ന ചൈതന്യമായിട്ട് ബോധമായിട്ട് വിളങ്ങുന്നത് ഒരേ ഒരു ആത്മചൈതന്യമാണ്. ആത്മാത്വം, ആത്മാവ് അങ്ങാണ്. ഭഗവാനോട് പറയാം, ഈ അങ്ങനെ എല്ലാവരിലും ആത്മാവായിട്ടിരിക്കണം. അത് ഈ ഏത് ഞാൻ 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 എന്നങ്ങ് സ്പന്ദിച്ചുകൊണ്ടിരിക്കും. എന്നിലൊരു ഞാനുണ്ട്, അങ്ങേലൊരു ഞാനുണ്ട്, ഒരു പുഴുവിലും ഞാനുണ്ട്, ഒരു പുല്ലിലും ഞാനുണ്ട്, ഞാൻ എന്നൊരു ബോധം അതിനുണ്ട്. അതെല്ലാം അതിൻ്റെ അംശമാണ്, ചൈതന്യമാണ്, ആ ആത്മചൈതന്യം തന്നെയാണ്. ഗിരിജാമതി. പിന്നെ ഈ ഞാൻ എന്നുള്ള തത്വത്തിൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് പിന്നെ ബുദ്ധിയാണ്. എൻ്റെ ബുദ്ധിയാണ് പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എങ്ങനെ മേലോട്ട് പോകുമ്പോൾ ബുദ്ധിയാണ് പിന്നെ. ആ ബുദ്ധി ഗിരിജ ഗിരിയുടെ മകള് പാർവതി ദേവിയാണ് ബുദ്ധി. ഭഗവാനോടൊപ്പം ചേർന്നിരിക്കണ ബുദ്ധി. ഭഗവാനോട് ബുദ്ധി ചേർന്നിരിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, മംഗളമാണ് എല്ലാം. എപ്പോൾ ഭഗവാനെന്ന് ബുദ്ധി പോയോ അതോടുകൂടി അപകടമായി. അപ്പോൾ ഗിരിജാമതി സഹചര പ്രാണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള പ്രാണങ്ങളാണ്, ചൈതന്യമുണ്ട്. നമ്മുടെ ഈ കൈ പൊക്കുന്ന പ്രാണനാണ്, സംസാരിക്കുന്ന പ്രാണശക്തി കൊണ്ടാണ്, കണ്ണമ്മ വെട്ടുന്ന പ്രാണശക്തി കൊണ്ടാണ്, മനസ്സ് സങ്കല്പിക്കുന്ന പ്രാണശക്തി കൊണ്ടാണ്. എല്ലാം പ്രാണനാണ്. അത് ഭൂതഗണങ്ങളാണ് ഭഗവാന്റെ. കൈലാസത്തിൽ ഭൂതഗണങ്ങളില്ലേ ഭഗവാനെ സേവിച്ചുകൊണ്ട് ഭൃത്യന്മാരായിട്ട് സഹചര, അങ്ങനെ കൂടെ സഹകരിക്കുന്ന, അങ്ങേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന പ്രത്യേക ഭൂതഗണങ്ങൾ, അത് പ്രാണങ്ങളാണ്. അപ്പോൾ ഞാൻ സംസാരിക്കുന്ന പ്രാണശക്തി ഉണ്ടാകും, ഞാൻ സങ്കല്പിക്കുന്ന പ്രാണശക്തി ഉണ്ടാകും, എൻ്റെ കണ്ണ എങ്ങോട്ടുന്ന പ്രാണശക്തി എല്ലാം പ്രാണനാണ് ചെയ്യും. ചലനം മുഴുവൻ പ്രാണനാണ് ചെയ്യിക്കുന്നത്. ഈ സൗരയൂഥങ്ങളെ ഭ്രമിപ്പിക്കുന്നതും ഈ ബ്രഹ്മാണ്ഡം മുഴുവൻ, കോടാനുകോടി ബ്രഹ്മാണ്ഡങ്ങളെ മുഴുവൻ ചലിപ്പിക്കുന്ന പ്രാണശക്തിയാണ്. ആ പ്രാണങ്ങൾ ഭൂതഗണങ്ങളാണ് അങ്ങയുടെ. ശരീരഗ്രഹം, അങ്ങ് എല്ലാ ശരീരങ്ങളിലും വസിക്കുന്നു, എല്ലാ ജീവികളുടെ ശരീരത്തിലും അങ്ങ് വസിക്കും. അപ്പോൾ ഈ ശരീരം അങ്ങയുടെ വസതിയാണ്, ഗ്രഹമാണ്. അങ്ങ് ശരീരത്തിലാണ് വസിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ ശ്രീകോവിലാണ് ശരീരം, ക്ഷേത്രമാണ്. പൂജാതേ വിഷയോപഭോഗരചന, അങ്ങേക്കുള്ള പൂജ മനസ്സ് പൂജയാണ്. മനസ്സുകൊണ്ട് പുറമേയുള്ള പുഷ്പങ്ങളോ ചന്ദനോ ഒന്നുമില്ല, മനസ്സുകൊണ്ടുള്ള പൂജയാണ്. വിഷയോപഭോഗരചന, എൻ്റെ കണ്ണിലൂടെ വരുന്ന എല്ലാ രൂപങ്ങളും അങ്ങേലേക്കാണ് വരുന്നത്, ആത്മാവിലേക്കല്ലേ വരുന്നത്. അതൊക്കെ അതുപോലെ ചെവിയിൽ കൂടെ വരുന്ന ശബ്ദങ്ങൾ, മൂക്കിലൂടെ വരുന്ന ഗന്ധങ്ങൾ, നാവിലൂടെ വരുന്ന രസങ്ങൾ, ത്വക്കിലൂടെ വരുന്ന എല്ലാ ഇന്ദ്രിയങ്ങളിലൂടെ വരുന്ന സംവേദനങ്ങളെല്ലാം അങ്ങേലേക്കാണ് വന്ന് വീഴുന്നത്, അങ്ങേലേക്കാണ് വന്ന്. ഞാനാണല്ലോ കാണുന്നത്, ഞാനാണല്ലോ ഈ ഞാൻ സാക്ഷാൽ ഭഗവാനാണ്. അഹം ബ്രഹ്മാസ്മി, അല്ലെങ്കിൽ ശിവോഹം എന്നുള്ള ഭാവത്തിലാണ്. അങ്ങനെ അത് പൂജയാണ്. അങ്ങനെയൊക്കെയുള്ളത് പൂജയിൽ ഇങ്ങനെ ചെയ്യില്ല. ആദ്യം ചന്ദനം പൂവൊക്കെ കൊടുത്ത് നമ്മളിങ്ങനെ അർച്ചിക്കില്ലേ ഭഗവാൻ, അത് കഴിഞ്ഞ് നിവേദ്യം, ഇതൊക്കെ ഭഗവാന്റെ പൂജയല്ലേ. അതുപോലെ ഈ വിഷയങ്ങളുടെ അനുഭവമാണ്, വിഷയാനുഭവങ്ങളൊക്കെ അങ്ങയുടെ പൂജയായിട്ട്. നിദ്രാസമാധി സ്ഥിതി, ഈ സമാധി നിദ്രയിൽ ഇന്ദ്രിയങ്ങളെല്ലാം ലയിച്ചു ചേർന്നു. കണ്ണ് കാണുന്നില്ല, ചെവി കേൾക്കുന്നില്ല, എല്ലാ ഇന്ദ്രിയങ്ങളും ആത്മാവിൽ ലയിച്ചു, ഭഗവാനിൽ ലയിച്ചു. ഉറങ്ങുമ്പോൾ നമ്മളൊന്നും അറിയുന്നില്ല, ലോകം തന്നെ ഇല്ല നമുക്ക്. നിദ്രാസം, അത് ഭഗവാനിൽ ലയിച്ചു പറയും, ഭഗവാനിൽ ലയിച്ചു സമാധി തന്നെ, ഭഗവാൻ ലയിച്ച ഭഗവാൻ മാത്രമേ ഉള്ളൂ അവിടെ. അപ്പോൾ സഞ്ചാരപ്പതയോ പ്രദക്ഷിണതി, ഞാൻ വെക്കുന്ന ഓരോ കാലടികളും ഭഗവാന്റെ പ്രദക്ഷിണം. ഞാൻ എന്തൊക്കെ ഉച്ചരിക്കുന്നുണ്ടോ അത് മുഴുവൻ അങ്ങയുടെ കീർത്തനങ്ങൾ. സ്തോത്രാണി സർവാഗിരം, എൻ്റെ എല്ലാ വാക്കുകളും എല്ലാ ശബ്ദങ്ങളും എല്ലാം ഞാൻ പറയുന്ന എല്ലാം ഭഗവാന്റെ സ്തോത്രങ്ങളായിട്ട് മാറണം. അതുപോലെ യദ്യത് കർമ്മ കരോമി തത്വധകിരം, ഞാൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും, ശരീരം കൊണ്ടാവട്ടെ, വാക്കുകൊണ്ടാവട്ടെ, മനസ്സുകൊണ്ടാവട്ടെ, എല്ലാ കർമ്മങ്ങളും ശംഭോ തവാരാധനം, അങ്ങയുടെ ആരാധന. ആ അഹങ്കാരത്തെ, നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരത്തെ ഈ ലെവലിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ശിവോഹം എന്നുള്ള അവസ്ഥ തോന്നും. പിന്നെ ഈ മായാഭ്രമം നമുക്കുണ്ടാവില്ല. ഇങ്ങനെ നമ്മൾ നിരന്തരം മനനം ചെയ്താൽ അത് ഭക്തിയോഗത്തിൻ്റെ ഒരു ഉയർന്ന തലമാണ് പറയുന്നത്. ഇങ്ങനെ എത്തുമ്പോൾ നമുക്ക് ബ്രഹ്മം മാത്രമേ ഉള്ളൂ, ഈശ്വരൻ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ബ്രഹ്മം മാത്രമേ ഉള്ളൂ, ശിവൻ മാത്രമേ ഉള്ളൂ, വിഷ്ണു മാത്രമേ ഉള്ളൂ, ഇങ്ങനെയുള്ളൂ. അവിടെ പിന്നെ അഹങ്കാരത്തിന് ശല്യം ഉണ്ടാവില്ല. അഹങ്കാരമാണ് മറയ്ക്കുന്നത്. ഇപ്പോൾ സൂര്യനെ മറയ്ക്കുന്ന മേഘങ്ങളാണ്. മേഘം സൂര്യൻ്റെ ഒരു അംശം തന്നെയാണ് കണ്ണ്. സൂര്യൻ തന്നെയാണ് കണ്ണിൻ്റെ അതിദേവത. സൂര്യനില്ലെങ്കിൽ കണ്ണുണ്ടാവും, കണ്ണിൻ്റെ ആവശ്യമില്ല, കണ്ണില്ലെങ്കിൽ സൂര്യനും ഇല്ല. അപ്പോൾ ഈ സൂര്യൻ മഴമേഘങ്ങളെ സൃഷ്ടിക്കുന്നത് സൂര്യനാണ്. സൃഷ്ടിച്ചിട്ടത് നമ്മുടെ മധ്യത്തിൽ വന്ന് നിൽക്കുകയാണ്, കണ്ണിൻ്റെയും സൂര്യൻ്റെയും മധ്യത്തിൽ ഈ മേഘങ്ങൾ.
അപ്പോൾ സൂര്യനാൽ സൃഷ്ടിക്കപ്പെട്ട മേഘങ്ങൾ നമ്മുടെ കണ്ണിനെ മറയ്ക്കുന്നു എന്ന പോലെ നമ്മൾ ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ട ഈ ജീവന്മാർ നമ്മൾ ഈ അഹങ്കാരം വന്നിട്ട് നടക്കി നിൽക്കൊണ്ട് ഭഗവാനെ കാണാനില്ല. പക്ഷേ ഈ മേഘത്തെ കാണുന്നത് സൂര്യൻ്റെ പ്രകാശം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ അപ്പുറത്ത് ജ്യോതിസുണ്ട്, പക്ഷെ ആ ജ്യോതിസ് നമ്മൾ കാണുന്നില്ല, ഈ അഹങ്കാരം മറച്ചതുകൊണ്ട്. അപ്പോൾ അഹങ്കാരം ശരിക്ക് ആ തത്വത്തെ ആ തത്വത്തെ നമ്മൾ നിരന്തരം മനനം ചെയ്തുകൊണ്ട് എപ്പോഴും ആ തത്വത്തെ അനുസന്ധാനം ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ നമുക്ക് ഈ അജ്ഞാനം നീങ്ങിക്കിട്ടും, അഹങ്കാരം നീങ്ങിക്കിട്ടും. അജ്ഞാനത്തിൽ നിന്നാണ് അഹങ്കാരമൊക്കെ ഉണ്ടാവുന്നത്. അഹങ്കാരം എന്നുള്ളത് ഞാൻ അഭിമാന സ്വരൂപമാണ്. അല്ലാണ്ട് അഹങ്കാരം എന്ന് പറയുന്നത് മറ്റേ ധാർഷ്ട്യമല്ല പറയണം ഇവിടെ. അഹം എന്നുള്ളത് ഞാൻ എന്നുള്ള ബോധത്തെയാണ് ഇവിടെ ഞാൻ പറയുന്നത്. അത് ഞാനെന്നുള്ള ബോധവും മിഥ്യയാണ്, ഇല്ലാത്തതാണ്. ഞാനില്ല വസ്തുത്തിൽ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അഭിമാനിക്കുകയാണ് ഓരോന്നിൽ, ഈ പഞ്ചഭൂതങ്ങളായിട്ടുള്ള ശരീരത്തിൽ ഇത് ഞാനാണെന്നൊക്കെ അഭിമാനിക്കുക മിഥ്യയുള്ള അഭിമാനമാണ്. അപ്പോൾ അഹങ്കാരം ആത്മബോധം വരുന്ന സമയത്ത് അഹങ്കാരനാശം സ്വാഭാവികമായിട്ട് തന്നെ ഉണ്ടാവും. ഇരുട്ടിട്ട് വരുമ്പോൾ വെളിച്ചം വരുമ്പോൾ ഇരുട്ടില്ലാത്ത മാതിരി, വെളിച്ചം വരുമ്പോൾ പിന്നെ ഇരുട്ടവിടെ ഇല്ല എന്ന പോലെ ജ്ഞാനപ്രകാശത്തിൽ അന്ധകാരം അജ്ഞാനജന്യമായുള്ള എല്ലാം പോവും. ടോർച്ചടിക്കുമ്പോൾ കയറ് പാമ്പ് പോയി കയറുള്ളൂടെ എന്ന പോലെ വരും. അതാണ്. അപ്പോൾ അവിടെ അഹം പോവും. ഇത്രയും നേരം സ്വാമിജി നമ്മളോട് സംസാരിച്ചത് വളരെ ആഴമേറിയ ഒരു വിഷയമാണ്, വേദാന്തം എന്നുള്ള വിഷയം. വിഷയം ഗഹനമാണ് എങ്കിലും സ്വാമിജി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ അതിനെ വിശദീകരിച്ചു. അദ്ദേഹം ലളിതമായിട്ടാണ് വിശദീകരിച്ചത് എങ്കിലും നമ്മൾ ഓരോ സാധകരും കടന്നു പോകേണ്ട മാർഗങ്ങളാണത്. വേദാന്തത്തിൻ്റെ ആ അടിസ്ഥാന തത്വത്തിലേക്ക് നമ്മൾ ഓരോ സാധകരും ഇറങ്ങിച്ചെല്ലേണ്ടതാണ്. നമ്മുടെ മനസ്സിനെ നിരാകരിച്ചുകൊണ്ട്, മനസ്സിൻ്റെ വാസനകളെ നിരീക്ഷിച്ചുകൊണ്ട്, അഹങ്കാരത്തെ കരിച്ചുകൊണ്ട് ആ ആത്മബോധത്തിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഓരോ സാധകരുടെ ലക്ഷ്യവും. അതാണ് സ്വാമിജി ഇത്രയും നേരം നമ്മളോട് വിശദീകരിച്ച് വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കിപ്പിച്ച് തന്നത്. അതെന്തുകൊണ്ട് അദ്ദേഹത്തിന് സാധിച്ചു? ആ വേദാന്തം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉറച്ചതുകൊണ്ടാണ്, ആ തത്വം അദ്ദേഹത്തിൽ ഉറച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും ലളിതമായിട്ടുള്ള രീതിയിൽ നമ്മളിലേക്ക് അത് എത്തിക്കാൻ സാധിച്ചത്. ഞാൻ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ കോടി കോടി പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ സാധകർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് ഡയറക്റ്റായിട്ട് ആ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കോൺടാക്റ്റ് നമ്പർ നമ്മൾ ഈ സത്സംഗത്തിന് അവസാനമായിട്ട് നൽകുന്നതായിരിക്കും. കഴിയുന്നതും വാട്സപ്പിൽ അദ്ദേഹത്തിന് മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക, അദ്ദേഹം അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് അദ്ദേഹത്തോട് നമ്മൾ സാധകർക്ക് വേണ്ടി എന്ത് സന്ദേശമാണ് നൽകാൻ ഉള്ളത് എന്ന് നമുക്ക് ചോദിച്ചറിയാം. സ്വാമിജി, നമ്മൾ സാധകരോട് അങ്ങേക്ക് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത് എന്നൊന്ന് പറയാമോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനേക ജന്മങ്ങളിലെ പുണ്യം കൊണ്ടാണ് ഒരു ജീവൻ അവൻ്റെ കർമ്മഗതി അനുസരിച്ചാണ് ജനിച്ചും മരിച്ചും പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സ്ഥലത്ത് ജനിക്കുന്നതും മരിക്കുന്നതൊക്കെ ശരീരം എടുക്കുന്നതും, ഏത് ശരീരം എടുക്കണം, മൃഗശരീരമാണോ, മനുഷ്യ ശരീരമാണോ, കൃമി ശരീരമാണോ, അതുപോലെ പുല്ലാവണോ മരമാവണോ, ഇതൊക്കെ തീരുമാനിക്കുന്നത് അവൻ്റെ കർമ്മം അനുസരിച്ചാണ്. അങ്ങനെ പാപം കൂടുമ്പോൾ താഴത്തോട്ട് പോകും. കീഴ്പ്പെട്ട് മൃഗങ്ങളായിട്ടാവാം, മരങ്ങളായിട്ടാവാം, പുല്ലാവാം, പുഴുവാവാം, കൊതുകാവാം. പാപത്തിനനുസരിച്ച് കീഴ്പോട്ട് പോകും, പുണ്യത്തിനനുസരിച്ച് മേലോട്ട് പോകും. അപ്പം അങ്ങനെ നമ്മുടെ പുണ്യം കൊണ്ട്, എത്രയോ ജന്മത്തെ പുണ്യം കൊണ്ടാണ് ഒരു മനുഷ്യ ശരീരം നമുക്ക് കിട്ടിയത്. അങ്ങനെ അത് ഭാരതഭൂമിയിൽ വന്ന് ജനിച്ചു. വലിയൊരു പാരമ്പര്യ സംസ്കാരം, എന്താ പറയുക, ആധ്യാത്മിക പാരമ്പര്യമുള്ള സംസ്കാരമാണ് നമ്മുടെ സംസ്കാരം. ഭാരത സംസ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ ഭാസിൽ രതിയുള്ള നാടാണ്. ഭാസ് വെച്ച പ്രകാശം, ജ്ഞാനപ്രകാശത്തിൽ രതിയുള്ള ഋഷിമാരുടെ നാടാണത്. ഇവിടെ വന്ന് നമുക്ക് ആ പരമ്പരയിൽ ആ പാരമ്പര്യത്തിൽ വന്ന് ജനിക്കാനുള്ള മഹാഭാഗ്യം ഉണ്ടായി. അപ്പോൾ ഈ ജീവിതത്തിൽ ഒരു നിമിഷം പോലും പാഴാക്കാതെ, കരളിൽ വിവേകം കൂടാതെ കണ്ടരനിമിഷം പത കളയരുതാരും, കൃമിജന്മത്തിലും എളുതായി വരും ഈ വിഷയസുഖം പത നാരായണ ജയ. ചാണകക്കുഴിയിൽ കിടക്കുന്ന പുഴുവിനും ഭക്ഷണമുണ്ട്, ഉറക്കമുണ്ട്, സന്താനങ്ങളുണ്ടാവുന്നുണ്ട്. അതുതന്നെയാണ് മനുഷ്യ ശരീരത്തിൽ ഇരിക്കുമ്പോഴും കിട്ടുന്ന ആ ജീവന്. അപ്പോൾ ഇനി ഈ പുഴു ശരീരവും മനുഷ്യ ശരീരവും തമ്മിൽ എന്താ വ്യത്യാസം?
എന്ന് ചോദിച്ചാൽ ഈ ജന്മത്തിനൊരു ലക്ഷ്യമുണ്ട്. ആ ജീവൻ ഇങ്ങനെ പുരോഗമിച്ച് വന്ന് മനുഷ്യൻ വരെ എത്തി. മനുഷ്യനിലെത്തുമ്പോഴാണ് ശരിക്കും ചിന്തിക്കാനുള്ള കഴിവൊക്കെ ഉണ്ടാവുന്നത്, വിവേകം, സത്യം തിരിച്ചറിയാനുള്ള കഴിവ്. അപ്പോൾ അത് വേണ്ട പോലെ നമ്മൾ പ്രയോഗിച്ചില്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ്. അത് വേണ്ട പോലെ നമുക്ക് ഈ ശരീരത്തിലിരിക്കുമ്പോൾ ഈ സംസാര സമുദ്രത്തെ കടക്കാൻ ഉള്ള തോണിയായിട്ട് ശരീരത്തെ നമ്മൾ ഉപയോഗിക്കണം. ഗുരുപ്രസാദം ഉണ്ടാവണം, ഈശ്വരപ്രസാദം, ഈശ്വരാനുഗ്രഹം ഉണ്ടാവണം, ശാസ്ത്രപ്രസാദം ഉണ്ടാവണം. ഇത് കൂടി ചേരുമ്പോഴാണ് നമ്മളുടെ പൂർണ്ണജ്ഞാനം പൂർണ്ണമാവുന്നത്. അതോടുകൂടിയാണ് നമുക്ക് ദുഃഖനിവൃത്തി ഉണ്ടാവുന്നത്. അതിനു വേണ്ടിയിട്ട് എല്ലാവർക്കും നല്ല ബുദ്ധി ഉണ്ടാവാനായിട്ട്, നമ്മുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കാനായിട്ട് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഭഗവത്പാദങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.